പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ, ഓരോ രേഖകളെ ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും കൊടുക്കുന്ന സ്വീകരിക്കുന്നതിന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ
കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവർ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവർ, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിറ്റുമാറാനുള്ള സാധനങ്ങൾ, വള്ളങ്ങളുണ്ടാകും, വലകളുണ്ടാകും, വീടുണ്ടാകും, സ്ഥലമുണ്ടാകും, ഇങ്ങനെയെല്ലാം അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്ന കാരണം നിൻ്റെ കടങ്ങളുടെ പലിശകൾ കൂടുന്നവരുണ്ട്. കർത്താവേ, ഞാൻ അവരെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരത്തിൽ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരള സഭാ ചരിത്രത്തിലെ രസകരമായ ചില അധ്യായങ്ങളുണ്ട്. 1870 മുമ്പ് ഈ ബെർണാഡം ബെച്ച്നെല്ലി പിതാവ് വരാപ്പുഴ വികാരിയാത്ത് ഭരിക്കുന്നതിന് മുമ്പ് ഒരു പിതാവ് ഭരിച്ചിരുന്നു. അതായത് 1830-31 കാലഘട്ടത്തിലെ ഒരു പിതാവ് ഭരിച്ചിരുന്നു. അതായത് അദ്ദേഹം ആണ് ബിഷപ്പ് സ്റ്റബിലീനി. ഈ സ്റ്റബിലീനി മെത്താതിന് മുമ്പ് ഈ 27, കാരണം ഈ കാലഘട്ടങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായ വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ കേരള സഭയിൽ സിമിത്തേരിയൊക്കെ പണിയണത് 1870 തൊട്ടാണ്. ആ കുറേ നല്ല ഭക്ത കൃത്യങ്ങളും പരസ്യ പ്രവർത്തികളുടെ പുതിയ അധ്യായങ്ങളുണ്ടായി. ഇനി ഞാൻ ആ ഭാഗങ്ങളൊക്കെ വായിച്ചുകൊണ്ട സമയത്തെ പെട്ടെന്ന് ഒരു പിതാവിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് ഒരു പിതാവ് എൻ്റെ കാലത്ത് നമ്മളെ കത്തോലിക്ക സഭയിൽ തന്നെ കുമ്പസാരിക്കണമെങ്കിൽ പൈസ കൊടുക്കണമായിരുന്നു. അത് നമ്മൾ പൈസ കൊടുക്കുന്നത് 2 അണ 4 അണയൊക്കെ കൊടുക്കുന്നത്. അമ്മ പറഞ്ഞത് 4 അണ. ഒന്ന് കുമ്പസാരിക്കുമ്പോൾ അങ്ങനെ കുമ്പസാരിച്ച് പാപമോചനം ശ്രമിക്കുമ്പോൾ ആ അച്ഛൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടി നമ്മൾ 2 അണ അല്ലെങ്കിൽ 4 അണ അല്ലെങ്കിൽ 1 അണ കൊടുക്കും. അപ്പോൾ ഈ ഒരു പിതാവ്, ബെച്ച്നെല്ലി പിതാവിനേക്കാൾ മുമ്പ് ഒരു പിതാവ് വന്നായിരുന്നു. അങ്ങേര് പറഞ്ഞ് പാവപ്പെട്ടവർക്ക് 4 അണ പോലും ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അത് സഭയുടെ പഴയ കാലമൊന്ന് ചിന്തിക്കണേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് കുമ്പസാരിക്കണേന്. അച്ഛൻ കുമ്പസാരി കഴിയുമ്പോൾ നമ്മൾ 2 നാഴി അല്ലെങ്കിൽ 4 നാഴി അരി കൊടുക്കും അച്ഛൻ. അതൊരു കാലം ചിന്തിച്ചേക്കേ. അതെന്താ വെച്ചാൽ അത് പണ്ട് ഈ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. എനിക്കറിയാമല്ലോ അല്ലേ. നാണയമൊക്കെ കണ്ടുപിടിക്കണ മുമ്പും ആൾക്കാരുടെ ഈ നാണയമൊക്കെ എത്തിച്ചേരണ മുമ്പും ആൾക്കാരെ ചെയ്യണത് നമ്മളിപ്പോൾ വസ്തു കൊടുത്ത് വസ്തു വാങ്ങും. വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ കിഴങ്ങ്, ചേമ്പ്, അതുപോലെ തന്നെ കാച്ചിലൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് മീനാണ് വേണ്ടത്. അപ്പം നമ്മൾ ചന്തയിൽ കൊണ്ടുപോകും. ചന്തയിൽ കൊണ്ടുപോയിട്ട് ഈ കാച്ചിൽ മീൻ തരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് കാച്ചിൽ ആവശ്യമുള്ളവരുണ്ടാവും. അവർക്ക് കാച്ചിൽ കൊടുത്തിട്ട് മീൻ വാങ്ങിക്കും. അതിനാണ് വസ്തു കൊടുത്തിട്ട് വസ്തു വാങ്ങിക്കണം, ബാർട്ടർ സിസ്റ്റം. ചില സമയത്തുണ്ടല്ലോ നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതവും ഒരു ബാർട്ടർ സിസ്റ്റം പോലെയാണ് ചില ആൾക്കാർ കൈകാര്യം ചെയ്യണത്. നമ്മളൊരു ലോഡ് സ്വർഗസ്വനായ പിതാവ് കയറ്റി അയക്കും. എന്നിട്ട് നമ്മളെ കണ്ട് മാളെ കെട്ടിച്ചെടുക്കും, വസ്തു വിറ്റെടുക്കും. ഇങ്ങനെ ദൈവത്തിനൊരു വസ്തു കൊടുത്തിട്ട് നമ്മൾ വേറൊരു വസ്തു എടുക്കണ രൂപത്തിൽ. കാര്യം ഈ ഒരു ബന്ധമൊന്നും അധികകാലം നീണ്ടു നിൽക്കത്തില്ല, ദൈവമായിട്ട് പറ്റത്തില്ല. ഒന്നാമത്തേൽ ഈ അമേരിക്കയിലോട് ചെമ്മീൻ കയറ്റിയിടണ വിടണ പോലുള്ള പരിപാടിയാണ് നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഉള്ളത്. അമേരിക്കയിലോട് ചെമ്മീൻ കയറ്റി വിടുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവർ അത് റിജക്റ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് ബാക്ടീരിയ ആണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ മനുഷ്യന്മാർ വരെ ബാക്ടീരിയ ആണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മളീ കയറ്റിവിടുന്ന ജപമാലയും അല്ലെങ്കിൽ സ്തുതിപ്പും ആരാധനയും ഒക്കെ ദൈവം ഈ കയറ്റിവിടുന്നത് ദൈവം
ബാക്ടീരിയ ആണെന്നും പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. അതെന്താ കാര്യം? നമ്മളെ വെറുപ്പ്, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, ഇതൊക്കെ ബാക്ടീരിയ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെയൊക്കെ എന്നല്ലേ ഇത് പോണത്, ആ ബാക്ടീരിയ അതിനകത്ത് കയറും. അതുകൊണ്ടാണ് ഭജനം പറയണത്, ബാക്ടീരിയ പ്രാർത്ഥന കയറിയ ആ പ്രാർത്ഥന മൊത്തം റിജക്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് വചനം പറയണത്, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. എബ്രായർ 12:14. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടാമിനേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടി അതിനകത്ത് ബാക്ടീരിയ, വെറുപ്പിൻ്റെയും ദ്വേഷത്തിൻ്റെയും ഒക്കെ ബാക്ടീരിയ കയറാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പ്രാർത്ഥനയെല്ലാം ദൈവം അക്സെപ്റ്റ് ചെയ്യുകയും നമ്മളെ കൃപ കൊണ്ട് നമ്മളെ വിശ്വാസം വളർത്തുകയും നിലനിർത്തുകയും ചെയ്യും. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ആ തിരുക്കുമാരനും ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. എൻ്റെ പേര് ജെയിനി, ഞാൻ ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നിയോഗം വെച്ചിരുന്നത്, എനിക്ക് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 5 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ മരുന്ന് കഴിക്കുന്നതല്ലാതെ അതിൻ്റെ ഡോസ് മാറ്റി മാറ്റി തരുന്നതല്ലാതെ അസുഖത്തിനോ അല്ലെങ്കിൽ അത് നോർമൽ ആകുന്ന അവസ്ഥയല്ലായിരുന്നു. അത് ഒരു TSH എന്ന് പറയുന്നാൽ അത് മാത്രം, അതായത് അതെപ്പോഴും ആ നോർമൽ ആവാതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു. അതിൻ്റെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇത് നോർമൽ ആകുന്നില്ല, കാരണം 5 years ആയിട്ട് കണ്ടിന്യൂസ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും കുറഞ്ഞില്ലെങ്കിൽ ഒന്നുകിൽ സർജറി ചെയ്ത് അത് റിമൂവ് ചെയ്യേണ്ടി വരും, കാരണം ആ മെഡിസിൻ അങ്ങനെ കണ്ടിന്യൂസ് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല എന്ന്. അപ്പോൾ ഞാൻ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത മാസം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് നോർമലായി. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു, കാരണം അതെനിക്ക് വലിയൊരു ത്രെട്ടായിട്ടാണ് മനസ്സിൽ കിടന്നുകൊണ്ടിരുന്നത്. കാരണം സർജറി എന്നൊക്കെ പറയുന്നത് തൈറോയിഡൊക്കെ ഇച്ചിരി കോംപ്ലിക്കേഷനാണ്. അപ്പം എനിക്ക് ആ സർജറി, ഇപ്പം ഞാൻ വിശ്വസിച്ചിരുന്നത് എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞാൻ എന്ത് യാചിച്ചാലും അത് കിട്ടുമെന്നുള്ള പരിപൂർണ ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോർമലായി. പിന്നെ എനിക്കൊരു 2-3 months കൂടെ ആ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. ഇപ്പോൾ ഞാൻ കഴിക്കുന്നേ ഇല്ല. ഏകദേശം ഒരു 6 months ആയിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും പറഞ്ഞത് ഇനി അത് കഴിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. അപ്പം അത് വലിയൊരു മിറാക്കിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ നെറ്റിലൊക്കെ നോക്കിയാൽ അറിയാം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് ഒരു ക്യൂറായിട്ടുള്ളൊരു ഡിസീസ് ഒന്നും അല്ല. അത് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പ്രതിവിധി എന്ന് പറയുന്നത് ഇത് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. പിന്നെയുള്ളൊരു ടെസ്റ്റിമണി പറയാനായിട്ടുള്ളത്, ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് വീട് വാങ്ങിക്കുന്ന കാര്യങ്ങൾക്കായിരുന്നു. അപ്പോൾ വീട് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറി അനുസരിച്ചും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ടുമൊക്കെ പല റേഞ്ചിലുള്ള വീടുകളാണ്. അപ്പോൾ ഒത്തു കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഞങ്ങൾ കുറേ നോക്കിയിട്ട് ഞങ്ങളുടെ വീട് ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഡയറിയിൽ എഴുതിയിട്ടു, ഈ ഒരു റേഞ്ചിലുള്ള പ്രൈസ് തൊട്ട് ഈ ഒരു റേഞ്ചിലുള്ള വീട് തന്നെ എനിക്ക് വേണം മാതാവേ എന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങൾക്ക് കിട്ടിയ വീട് ഞാൻ ഏതാണോ പറഞ്ഞിരുന്നത്, കാരണം ഒരുപാട് പൈസ മുടക്കി അത് നല്ലൊരു കാര്യമല്ല എന്നുള്ളത്, ഒരു ആഡംബരം കാണിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ആ റേഞ്ചിൽ തന്നെ ഞാൻ ഏതാണോ റിക്വസ്റ്റ് ചെയ്തത് പരിശുദ്ധ അമ്മ അതിൽ തന്നെ എനിക്ക് ആ വീട് തന്നു. അതും 13 എന്നുള്ള നമ്പറായിരുന്നു. അപ്പോൾ 13 എന്നുള്ള നമ്പർ എന്ന് പറയുന്നത് അതിന് പൊതുവേ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആണുള്ളത്. പക്ഷേ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഇത് യൂട്യൂബിൽ കണ്ടത് 13 എന്ന് പറയുന്ന നമ്പർ പരിശുദ്ധ അമ്മയുടെ നമ്പറാണ്. കാരണം ഫാത്തിമയിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് എല്ലാ 13-ാം തീയതിയാണ്. അപ്പം 13 എന്നുള്ള ഒരു നമ്പറിനുണ്ടായിരുന്ന ഒരു ബാഡ് ലക്ക്, അത് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ മുന്നിൽ ഒന്നിനും ഒന്നുമില്ല. കാരണം യേശു എന്ന് പറയുന്ന നാമത്തിൻ്റെ മുന്നിൽ എല്ലാം, അതായത് എല്ലാ ബന്ധനങ്ങളും ഓൾറെഡി അഴിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വെറുതെയുള്ള അന്ധവിശ്വാസങ്ങളാണ്. അപ്പോൾ ആ 13 എന്നുള്ള നമ്പറിന് ഒരു ദോഷവുമില്ല എന്ന് വരുത്തി തീർക്കാനാണ് പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയിലെ പ്രത്യക്ഷീകരണങ്ങളെല്ലാം ജൂലൈ മുതലുള്ള 13-ാം തീയതി മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ദിനം നോക്കിയാലും
13 എന്ന് പറയുന്ന നമ്പറിലാണ് പരിശുദ്ധ അമ്മയുടെ, അതായത് എല്ലാ 13-ാം തീയതിയും പരിശുദ്ധ അമ്മയുടെ തന്നെ ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അത് പരിശുദ്ധ അമ്മ എനിക്കായി കൊണ്ടുവന്ന് തന്നതാണ്. ആ 13 എന്നുള്ള നമ്പറിലാണ് ഞങ്ങൾ ആ വീട് വാങ്ങിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയി. പിന്നെ ഉള്ളത് പറയാനായിട്ടുള്ള എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ പറ്റിയാണ്. ഞാൻ പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തയാണ് ചെറുപ്പകാലം തൊട്ടേ. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ബോധ്യങ്ങൾ നമുക്കതിന് മുൻപുണ്ടായിരുന്ന ബോധ്യങ്ങളെ കഴിഞ്ഞും ഒരുപാട് വ്യത്യാസമാണ്. അതായത് പ്രത്യേകിച്ചും അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ചൈതന്യമുണ്ട് ആ ധ്യാനത്തിന്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ട വരപ്രസാദ അവസ്ഥയിലാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഓരോ വചനത്തിനും നമ്മുടെ ഹൃദയത്തെ ചലിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ചൊവ്വാഴ്ചകളിലെ ധ്യാനം ഞാൻ കൂടുന്നത് മിക്കപ്പോഴും എനിക്ക് തിരക്കായിരിക്കും, ജോലി, പിള്ളേരെ നോട്ടം. അപ്പോൾ ഞാനത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇത് ഓണാക്കി ഇടും. അപ്പോൾ കണ്ടിന്യൂസ് ഓണായി ഞാനത് കേൾക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞത് എന്നെ സ്പർശിച്ചത് നിത്യജീവനാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വചനമുണ്ട്, നിങ്ങളുടെ ഗൃഹകാര്യങ്ങൾ, ജോലി, വിവാഹം ഇതിനു വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ മാറ്റി വയ്ക്കുക. എപ്പോഴും നിത്യജീവൻ, അതായത് ഈ പരിശുദ്ധ അമ്മ എന്തെല്ലാം നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നോ ഇതെല്ലാം നമ്മളെ നിത്യജീവനിലേക്കാണ് കൊണ്ടെത്തിക്കേണ്ടത്. അല്ലാതെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കാതെയൊന്നും ഇരിക്കരുത്. അപ്പം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും, നമ്മൾ ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നു, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, കുമ്പസാരിക്കുന്നു, പരിശുദ്ധ കുർബാന, കൗദാശി ജീവിതത്തിൽ നമ്മൾ നിലനിൽക്കുന്നു, ഇതെല്ലാം നിത്യജീവനിലേക്കാണ്. അപ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കൃപാസനം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിത്യജീവൻ എന്നുള്ളത് ഒരു പോയിൻ്റാണ്. പിന്നെ വന്നത് കുമ്പസാരം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് മുറിപ്പെടുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ വ്യത്യാസം. അതായത് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് എനിക്ക് ലഭിക്കുന്ന വിടുതലും സൗഖ്യവും. ഇപ്പോൾ എനിക്ക് ആരെന്ത് പറഞ്ഞാലും അതെൻ്റെ ഹൃദയത്തെ തൊടാറുമില്ല, വേദനിപ്പിക്കാറുമില്ല. കാരണം അച്ഛൻ പറഞ്ഞതുപോലെ ദൈവസ്നേഹം ഉള്ളിൽ വന്ന് നിറയുമ്പോൾ പിന്നെ മറ്റൊന്നിനും നമുക്ക് പ്രാധാന്യമില്ല. ആരെന്ത് പറഞ്ഞാലും, ആര് നിന്നെ വേദനിപ്പിക്കാൻ നോക്കിയാലും കർത്താവ് നിൻ്റെ കൂടെ കട്ടയ്ക്ക് ഉണ്ടെന്നുള്ള ഒരു ബോധ്യം നിനക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ മറ്റെല്ലാം നിനക്ക് ഒന്നുമല്ലാതായി തീരും. അതായത് ദൈവസ്നേഹം. അപ്പോൾ ഉടമ്പടിയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, കർത്താവെ ദൈവസ്നേഹം എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ നിയോഗങ്ങളൊന്നും കർത്താവിനോട് പറയാറില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കും എൻ്റെ ഭർത്താവിനും ഈ 2 കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്ക് നിത്യജീവൻ തരണമേ എന്ന് മാത്രമാണ്. ഞങ്ങളുടെ ആത്മാക്കൾ ഒരിക്കലും കൈവിട്ട് പോകരുത് എന്നാണ്. പക്ഷേ ഇങ്ങനെ ഒരു നിയോഗം പറയാതെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ ദൈനംദിന ജീവിതമാണേലും ജോലിയുടെ കാര്യങ്ങളാണേലും പിള്ളേരുടെ കാര്യങ്ങളാണേലും ഇതൊക്കെ വളരെ സ്മൂത്തായിട്ടാണ് നടന്നു പോകുന്നത്. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. അതാണ് ഞാൻ സത്യം പറഞ്ഞ ഉടമ്പടിയിലൂടെ എടുത്തേക്കുന്നത്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ 2 പേരും ഫുൾ ടൈം വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ സമയമില്ല ഇങ്ങനെ രോഗികളെ കാണാനോ. ഞാൻ നേഴ്സാണ്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇടപെടുന്ന രോഗികൾക്കൊക്കെ ഞാൻ കർത്താവിനെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവിടെ വരുന്നത് ഇംഗ്ലീഷുകാരാണ്. അപ്പോൾ അവർക്ക് അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരു രോഗിനെ കയ്യിലേക്ക് കിട്ടുമ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ നിൻ്റെ സ്നേഹം ഇവരിൽ നിറയണമേ, ഇവരുടെ ആത്മാക്കളെ നിനക്ക് രക്ഷിക്കാൻ സാധിക്കണേ. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, മറ്റുള്ളവർ നിങ്ങളോട് നന്നായിട്ട് പെരുമാറാൻ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത്, അവരെ ദൈവത്തിന് വീണ്ടെടുക്കാൻ കഴിയണമെന്ന് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവുള്ളൂ. കാരണം ദൈവം അവരെ വീണ്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ മാറും. അപ്പോൾ ഞാൻ എല്ലാവരോടും രോഗികൾക്ക് വേണ്ടിയാണേലും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഏത് രോഗി വന്നാലും അവർ എത്ര ഇതായിട്ട് വന്നാലും ഞാൻ എടുക്കുന്ന മിക്ക പേഷ്യൻസും എന്നോട് വളരെ സ്നേഹത്തോടെയാണ് അവിടുത്തെ ഇംഗ്ലീഷുകാരൊക്കെ സംസാരിക്കാറുള്ളത്. അപ്പോൾ അവിടെ ഉള്ളവർക്ക് തന്നെ അത്ഭുതമാണ് ചില സമയത്ത്. അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങൾക്കറിയാം ഇംഗ്ലീഷുകാരാണ്. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ചും ഓസ്ട്രേലിയയാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ആൾക്കാരെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ നമ്മളോട് ആദ്യം ചെല്ലുമ്പോഴൊക്കെ ഒരു ഇതാണ്, അവർക്ക് അത്ര നമ്മളോട് ഫ്രണ്ട്ലി ഒന്നും ആവത്തില്ല. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം, അതായത് നമ്മൾ തിന്മയെ തിന്മ കൊണ്ട് നേരിടാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല, തിന്മയെ നന്മ കൊണ്ട് നേരിടണമെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. നമ്മളോട് ആരെങ്കിലും എന്തേലും മോശമായിട്ട് സംസാരിച്ചാൽ പോലും ഞാനത് മനസ്സിൽ വെക്കാറില്ല. അവരോട് പിറ്റേ ദിവസം കാണുമ്പം അങ്ങോട്ട് ചെന്ന് ഞാൻ
വർത്തമാനം പറയും. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെ ഒരു ഇടപെടൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ട്. അപ്പോൾ നമ്മൾ സുവിശേഷം അനുസരിച്ച് ജീവിക്കുക. എവിടെ പോയാലും നമ്മൾ കർത്താവിനെ കൊടുക്കുക, സുവിശേഷത്തിനനുസൃതമായിട്ടുള്ള ജീവിതം നയിക്കുക. അപ്പോൾ ഇതിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുള്ളത് ഞാൻ അനാഥാലയങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് പോകാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ ദശാംശം അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഈവൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരക്കാണെങ്കിൽ പോലും ഞാൻ ടയേർഡാണെങ്കിലും ഞാൻ പിള്ളേരെയും ഹസ്ബൻഡിനെയും കൂട്ടി മിക്ക ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ട്. അതിപ്പം അവിടെ നിങ്ങൾക്കറിയാം ഓസ്ട്രേലിയയാണ്, അതുകൊണ്ട് നമ്മുടെ മലയാളം കുർബാനയുണ്ട് എല്ലാ ദിവസവും. പക്ഷേ ഈ പറയുന്നത് പോലുള്ള വിശ്വാസം വളരെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നും മലയാളം കുർബാനയുണ്ടെങ്കിൽ പോലും കുർബാനയ്ക്ക് വരുന്നത് 2-3 പേരൊക്കെ ആയിരിക്കും. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലും ഓഫുള്ള ദിവസങ്ങളിലും എല്ലാം ഞാൻ ഓടി കുർബാനയ്ക്ക് പോകാറുണ്ട്. പിന്നെ കുമ്പസാരം മുടക്കാറില്ല. ശരിക്കും ഞാൻ പറയുന്നത് കുമ്പസാരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു വരപ്രസാദമാണ്. കുമ്പസാരം നമ്മൾ എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു അത്രത്തോളം കൃപകൾ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ മുറിവുകൾ കൂടും, വേദനകൾ കൂടും, പാപഭാരം കൂടും. ഇതൊന്നും നമ്മളെ വിട്ടു പോവില്ല. അപ്പോൾ പരിശുദ്ധ കുർബാന, കുമ്പസാരം, പിന്നെ ജപമാല. ഞാൻ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. എത്ര ടയേർഡാണെങ്കിലും എത്ര താമസിച്ചാണ് ബെഡിലേക്ക് പോകുന്നെങ്കിലും എല്ലാവരെയും കൂട്ടി, അത് കുഞ്ഞു പിള്ളേരാണ് എൻ്റെ, അവരെയും കൂട്ടി ഞാൻ ജപമാല ചൊല്ലും. അപ്പോൾ ആ പിള്ളേരെയൊക്കെ മുട്ട നിർത്തിയാണ് ജപമാല ചൊല്ലിക്കുന്നത് വീട്ടിൽ. അപ്പോൾ അങ്ങനെ എന്നാ പറയുന്ന ഉടമ്പടി എടുത്തതിന് ശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം കുറച്ചുകൂടെ ക്രമീകരിക്കുവാൻ, സുവിശേഷത്തിനനുസൃതമായി ക്രമീകരിക്കുവാൻ, എന്ത് ചെയ്താലും യേശുവിൻ്റെ നാമത്തിൽ യേശുവിന് മഹത്വം ഉണ്ടാകട്ടെ എന്നുള്ള ഇതിൽ ചെയ്യാൻ ഞാൻ പഠിച്ചത് ഉടമ്പടിക്ക് ശേഷമാണ്. അപ്പോൾ ഇത്രയും ബോധ്യവും ദൈവാനുഗ്രഹവും എല്ലാം എനിക്ക് ലഭിച്ചത് ഈ കൃപാസനത്തിലെ ഉടമ്പടി വഴിയാണ്. ഞാൻ ഇപ്രാവശ്യം വന്ന് നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. ഇത്രയും നാളും ഓൺലൈൻ ഉടമ്പടിയായിരുന്നു. പക്ഷേ ഉടമ്പടിയുടെ എല്ലാ വ്യവസ്ഥകളും ഞാൻ പാലിക്കുമായിരുന്നു. 5:30 എണീറ്റ് പ്രാർത്ഥന ചൊല്ലുകയും എല്ലാ കാര്യങ്ങളും അതുപോലെ പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വചനം വായിക്കാനും ഒക്കെ ഞാൻ എത്ര തിരക്കാണെങ്കിലും അതിനെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ നിയോഗങ്ങളെയൊക്കെ വിട്ടുകളയുക. പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ചേർന്ന് ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജോബിൻ 5 തിരുവചനങ്ങൾ. നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. ജെയിനി എന്ന ഈ മകളുടെ അതിശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ മകൾ പങ്കുവച്ചത്. മകൾക്ക് ഹൈപ്പർതൈറോയിഡായിരുന്ന ഒരു വലിയ അസ്വസ്ഥതയിൽ ഇവിടെ വന്ന് ഉടമ്പടി നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം ലഭിക്കുക എന്നതിനേക്കാളുപരി ഉടമ്പടിയിലൂടെ നിത്യജീവിതത്തിലേക്ക് ഈശോയെ പ്രാപിക്കേണ്ട ഒരുപാട് വഴികളാണ് ഈ മകൾക്ക് പ്രാപിച്ച് പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുവാനും ക്രിസ്തീയ ജീവിതം എന്താണെന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ മനസ്സിലാക്കി ഒരു വലിയ നല്ല ഡിസിപ്ലിനോടുകൂടി ഒരു അന്യനാട്ടിൽ ഈശോയെ പ്രഘോഷിച്ചുകൊണ്ട് വിശ്വാസ കൈമാറ്റം നടത്തിക്കൊണ്ട് വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനുള്ളൊരു വലിയ അഭിഷേകം ഈ മകൾക്ക് നൽകിയെന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ക്രിസ്തീയ ജീവിതം വെറുമൊരു നാമമാത്ര ക്രിസ്ത്യാനികളായി ജീവിക്കുക എന്നതിൽ പരം ക്രിസ്തു ആരാണെന്ന് നമുക്ക് ഏറ്റുപറയാൻ സാധിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റുപറച്ചിലും വിശ്വാസ പ്രഖ്യാപനവും. മകൾ പറയുകയുണ്ടായി, ഞാൻ അവിടെയുള്ള റേസിസ്റ്റുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ഈശോ എന്തുമാത്രം എനിക്ക് കൊടുക്കുവാൻ സാധിക്കുന്നു, ആരെന്നെ വേദനിപ്പിച്ചാലും ശത്രു സ്നേഹം ഈശോ കുരിശിൽ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത് കൊണ്ട് അത് ഞാൻ എൻ്റെ വിശുദ്ധ കുമ്പസാരത്തിലൂടെ ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ ജീവിച്ച് പ്രാവർത്തികമാക്കാനുള്ളൊരു കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈ മകൾ ഏറ്റു പറയുന്നത്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയേണ്ടത് ഈ ജീവിതം നമുക്ക് നൽകിയതിനെക്കുറിച്ചാണ്. ഉടമ്പടി ജീവിതത്തിലൂടെ വീണുപോയവനെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സമറിയാക്കാരൻ്റെ ഉപമയിൽ ഈശോ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവന് വേണ്ടി എന്തെങ്കിലും ഇനി എക്സ്ട്രാ ചിലവായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നു വീട്ടിക്കൊള്ളാമെന്നാണ് അവിടെ നല്ല സമറിയാക്കാരൻ പറയുന്നത്. ഈശോ നമുക്ക് വേണ്ടി എല്ലാം തന്നു വീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധ ബലിയാണ്
കുരിശിൽ അവിടെ നിന്ന് ഏറ്റെടുത്ത് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് അവിടുത്തെ തിരുശരീരവും തിരുരക്തവും നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിക്കുന്നതും നമ്മെ വീണ്ടെടുക്കുന്നതും അത് മനസ്സിലാക്കാനും ഈശോയെ സ്വീകരിക്കാനുമുള്ള ഒരു വലിയ കൃപ ഈ മകൾക്കും കുടുംബത്തിനും അത് കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കും കൈമാറുവാനുള്ള ഒരു അനുഗ്രഹം കൂടി ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ജയനിക്കും കുടുംബത്തിനും ലഭിച്ച സൗഖ്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും അഭിഷേകത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് ഇരിക്കട്ടെ. എൻ്റെ പേര് ആശാ കുഞ്ഞുമോൻ. ഞാൻ കോതമംഗലം നെല്ലിക്കുഴി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2020 ജനുവരി 22 അതിനുശേഷം കൊറോണ വന്നതുകൊണ്ട് ഞാനത് ഉഴപ്പിപ്പോയി. പിന്നീട് വന്ന് ഞാൻ പുതുക്കിയത് 2024 മാർച്ചിലാണ്. മാർച്ചിൽ വന്ന് ഉടമ്പടി പുതുക്കി അതേ 2024 ജൂണിൽ തന്നെ ആദ്യത്തെ സാക്ഷ്യം പറയാനുള്ള കൃപയും അനുഗ്രഹവും ഈശോ തന്നു. ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഒരു കുട്ടി കൃപാസന പത്രം കൊണ്ട് തന്നിരുന്നു. അതുവഴിയാണ് വന്നത്. അതിക്ക് മുമ്പേ ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ആ പത്രം കിട്ടിയത് പിന്നീടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വീട് വിറ്റതിനെ പറ്റിയും അത് വിൽക്കാനുണ്ടായ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട് വിറ്റ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. വീട് വിറ്റതിന് ശേഷം ഞാൻ ഒരു 10 സെൻറ്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞ് ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു. 10 സെൻറ്റ് സ്ഥലം ആദ്യം വിറ്റത് 6 സെൻറ്റ് സ്ഥലവും വീടുമായിരുന്നു. രണ്ടാമത് ഞാൻ ആഗ്രഹിച്ചത് 10 സെൻറ്റ് സ്ഥലമാണത്. എനിക്ക് കുറേ ചെടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എഴുതി. കാര്യം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു 7-8 സെൻറ്റ് സ്ഥലമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഞാൻ എഴുതിയപ്പോൾ 10 സെൻറ്റ് എന്ന് എഴുതി. കാരണം കോതമംഗലം നെല്ലിക്കുഴി ഭാഗത്ത് സ്ഥലത്തിന് നല്ല വിലയാണ്, വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, ഏരിയയാണ്. എങ്കിലും ഞാൻ അങ്ങനെ എഴുതി വെച്ചു. അമ്മയോട് ഞാൻ എന്നിട്ടൊരു വില ഞാൻ പറഞ്ഞു, ഈ വിലയ്ക്കുള്ളിൽ എനിക്കൊരു 10 സെൻറ്റ് സ്ഥലം കിട്ടണം അമ്മേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ വിലയ്ക്ക് തന്നെ എനിക്ക് സ്ഥലം വാങ്ങാൻ സാധിച്ചു. സ്ഥലം വാങ്ങിക്കഴിഞ്ഞപ്പോൾ പെരവയ്ക്കാനുള്ള പൈസ ബാലൻസ് ഇല്ലായിരുന്നു, കുറച്ച് പൈസയെ പിന്നെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് പണയം എടുക്കാം, അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വാടകയ്ക്ക് കല്യാണം കഴിഞ്ഞ് 10 വർഷത്തോളം ഞങ്ങൾ താമസിച്ചിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് വാടകയ്ക്ക് പോകാനോ പണയത്തിന് പോകാനോ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വാടകയ്ക്ക് വരില്ല എന്ന് തീർത്തു പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിനക്ക് ഇച്ചിരി വാശി കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു എന്ത് വന്നാലും ഞാൻ ഇനി വാടകയ്ക്ക് പോകില്ല, അമ്മ മാതാവ് അതിനുള്ള ഇതുണ്ടാക്കി തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ചേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, തറ പണിതിടാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു. തറ പണി തുടങ്ങി. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. തറ പണി തുടങ്ങിയത് ഓർമ്മയുണ്ട്. പിന്നെ 85-ാമത്തെ ദിവസം ഞങ്ങൾ വീട് വെഞ്ചരിച്ച് എല്ലാ പണിയും കഴിഞ്ഞ് വീട് വെഞ്ചരിച്ച് ഞങ്ങൾക്ക് അവിടെ കയറിക്കൂടാൻ സാധിച്ചു. അതിന് കാരണം ഞാനവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ വാനം തൊടുന്നതിന് തലേ ദിവസം ഞാൻ അവിടെ പോയി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. കല്ലിടുന്നതിൻ്റെ തലേ ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. കട്ട്ള വെപ്പിൻ്റെ തലേ ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പം നമ്മുടെ ഉടമ്പടി തിരി ബാക്കി വരുന്ന ചെറിയ തിരികൾ കൊണ്ടുപോയി അവിടെ കത്തിച്ച് വെച്ചാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത്. പിന്നെ കൂടെ കൊണ്ടുപോയി ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് 85-ാമത്തെ ദിവസം തന്നെ വലിയ കടമൊന്നും ഇല്ലാതെ തന്നെ അതെങ്ങനെ നടന്നു എന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിപ്പോഴും അത് പറയാറുണ്ട്, ഇതെങ്ങനെ സാധിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. 1200 സ്ക്വയർ ഫീറ്റിൻ്റെ കെട്ടിടം എല്ലാ പണിയും തീർത്ത്, വർക്ക് ഏരിയ ഒഴിച്ച് ബാക്കി എല്ലാ പണിയും തീർത്ത് ഞങ്ങൾക്ക് കയറി കിടക്കാൻ സാധിച്ചു. പിന്നീട് ഇപ്പോൾ ഈ 1 വർഷം ആവുന്നു ഞങ്ങൾ കെട്ടിടം പണി കഴിഞ്ഞിട്ട് താമസം തുടങ്ങിയിട്ട്. ഈ 1 വർഷത്തിനുള്ളിൽ ചില്ലറ കടങ്ങളുണ്ടായതെല്ലാം ഞങ്ങൾക്ക് വീട്ടാൻ സാധിച്ചു, വർക്ക് ഏരിയ എടുക്കാൻ സാധിച്ചു. അതിനൊക്കെ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു. പിന്നീട് അമ്മ മാതാവിനോട് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അമ്മ മാതാവേ പണി തീർത്ത് എനിക്ക് കയറി കിടക്കാൻ പെട്ടെന്ന് പറ്റുവാണെങ്കിൽ ഞാൻ അമ്മ മാതാവിൻ്റെ ഒരു ചെറിയ ഗ്രോട്ടോ പണിത് വെച്ചേക്കാം മുറ്റത്ത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വെക്കാമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കേൾക്കുന്നവരൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കായിരുന്നു അത്. ഞാൻ അതുപോലെ ഒരു ചെറിയ ഗ്രോട്ടോ പണിത് ഞാൻ അമ്മ മാതാവിൻ്റെ രൂപം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പെരവണിയാണയ്ക്ക് മുമ്പ് ഞങ്ങൾ ചെയ്തത് സ്ഥലത്ത് കിണർ വേണമായിരുന്നു. പെരവണിയാനുള്ള വെള്ളം വേറെ ഒരിടത്തും കിട്ടാനില്ല. കിണർ പണി തുടങ്ങി. കിണർ പണി തുടങ്ങുന്നതിന് മുമ്പ് കുറ്റി വെച്ചു. ഒരു ഇക്കായാണ് വന്ന് കുറ്റി വെച്ചത്. കുറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉടമ്പടി തൈലം ഒഴിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അമ്മ ഒരു വ്യാഴാഴ്ചയാണ് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത്. ബുധനാഴ്ച വൈകിട്ട് ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മ മാതാവേ
ഞായറാഴ്ചയാകുമ്പോൾ ഇത് എത്ര കോല് താഴുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞായറാഴ്ച അവിടെ വെള്ളം ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ്, ഒരടയാളം അമ്മ എനിക്ക് തരണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ശനിയാഴ്ച വൈകുന്നേരമായപ്പോൾ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു 4 കോല് പോലും താന്നില്ല, അവിടെ കരിമ്പാറയാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അതോടുകൂടി തകർന്നുപോയി. പൈസ ഇല്ലാത്ത സമയം എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ രാത്രിയൊക്കെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. രാവിലെ 5:30 പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് കരച്ചിലടക്കാൻ സാധിച്ചില്ല. എനിക്ക് പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ് ഞാൻ കരഞ്ഞപ്പോൾ മെഴുകുതിരി വല്ലാണ്ട് പൊട്ടിത്തെറിക്കണം. ഇങ്ങനെ ഒച്ച കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കി. എനിക്കിത് ഒരുപാട് അനുഭവം ഉള്ളതാണ്. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, തിരികത്തിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മെഴുകുതിരി ആളിക്കത്തും. അത് പലപ്പോഴും എനിക്ക് അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മെഴുകുതിരിയോട്ട് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് മെഴുകുതിരി ആളിക്കത്തുന്നതാണ് കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ കരച്ചിലൊക്കെ തന്നെ നമ്മുടെ നിൽക്കും. എൻ്റെ കരച്ചിലപ്പോഴേക്കും നിന്നപ്പോഴേക്കും മെഴുകുതിരി വീണ്ടും കത്തി തുടങ്ങി. അന്ന് കുർബാനയ്ക്ക് പോയി, ഞായറാഴ്ചയായിരുന്നു. കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഞാനും പിള്ളേരും സ്ഥലത്ത്, ചേട്ടൻ ആദ്യത്തെ കുർബാനയ്ക്ക് പോയിട്ട് കരണ്ടിന് വേണ്ടിയിട്ട് മീറ്റർ പിടിപ്പിക്കാനുള്ളൊരു സാധനം പണിയണമായിരുന്നു. അതിന് വേണ്ടി ചേട്ടൻ നേരത്തെ പോയിരുന്നു. ഞാനും പിള്ളേരും രണ്ടാമത്തെ കുർബാന കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ കിണറിലൊന്ന് പോയി നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പോൾ 4 കോല് പോലും താന്നിട്ടുള്ള പാറ കണ്ടു. തലേ ദിവസം തന്നെ പാറ പൊട്ടിക്കാനുള്ള ആളെ കൊണ്ടുവന്ന് ചേട്ടൻ ഒരു 5 വൈകുന്നേരം 5:30 ഇപ്പോൾ കാണിച്ചിട്ടാണ് ചേട്ടൻ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഞായറാഴ്ച ഞാൻ പോയി ഇറങ്ങിയപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ കിണറിലൊന്ന് നോക്കിയേന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിയേന്ന് ചോദിച്ചു. പറഞ്ഞു ഉറവ പോലെ എന്തോ ഒന്നാ കിണറിൽ കാണുന്നടി പാറയിൽ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ഉറവ പൊട്ടി വരുന്നതാണ്, പാറയിൽ നിന്ന് ഉറവ പൊട്ടി വരുന്നതാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് പിള്ളേർക്ക് കുറച്ച് വിശ്വാസത്തിൻ്റെ ഇതിലൊക്കെ ഇച്ചിരി ഇതുള്ള പിള്ളേരാണ്. അപ്പോൾ പിള്ളേർ പറഞ്ഞു, പിന്നെ വല്ല മൃഗങ്ങളും ഇറങ്ങി മുള്ളിയതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഉറവ നമുക്ക് കണ്ടറിയാം, മണലരിച്ചരിച്ചിറങ്ങി വരുന്നത് കണ്ടറിയാം എന്ന് പറഞ്ഞു. എന്നിട്ടും ഞങ്ങൾ കിണറുതാത്ത് നിൽക്കാൻ അപ്പം തന്നെ വിളിച്ച് വരുത്തി. അയക്ക് ഇറങ്ങി നോക്കിയിട്ട് പറഞ്ഞു അത് ഉറവ തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് 5-6 തവണ പൊട്ടിക്കേണ്ടി വന്നെങ്കിലും ഞങ്ങൾക്കുള്ള വെള്ളം കിട്ടി. പിന്നെ വേനയ്ക്ക് കുറച്ച് വെള്ളം കുറവായിരുന്നു. അപ്പോഴും ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അമ്മ മാതാവിൻ്റെ ഗ്രോട്ടോടെ മുമ്പിൽ നിന്ന് മണ്ണ് കൊണ്ടുപോയി ഉപ്പും കലർത്തി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കിണറിലിട്ടു. ഇപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ആ കിണറിലുണ്ട്. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറയാനായിട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ എൻ്റെ ഈ ഇടതുവശത്തെ കഷത്തെ ഒരു മുഴ കണ്ടു. ഒരു നെല്ലിക്കാ മുഴുപ്പിലൊരു മുഴയായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഓർത്ത് വല്ല വാതപ്പരുവൊക്കെ വന്നതായിരിക്കും എന്നാണ് ഓർത്തത്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് മുഴ തന്നെയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ എനിക്കൊരു ചെറിയ പേടി എൻ്റെ മനസ്സിൽ തോന്നി. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയേക്കണ ഒരു വലിയ അനുഗ്രഹമാണ്. എന്ത് ടെൻഷൻ വന്നാൽ ആ സമയം കഴിഞ്ഞാൽ പിന്നെ അത് മാറും. പിന്നെ അത് അത്ര വലിയ കാര്യമാക്കി എടുക്കില്ല. ഞാൻ പിന്നെ അത് മറന്നുപോയി. പിന്നെ ഇടയ്ക്ക് കുളിക്കുമ്പോഴൊക്കെയാണ് ഞാനത് ഓർക്കുന്നുള്ളൂ. പിന്നീട് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നിസ്സാരമല്ല എന്ന് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ പിള്ളേരോട് പറഞ്ഞില്ല, ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു മുഴ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നോക്ക്, വേണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് കുളി കഴിഞ്ഞ് ഞാൻ വന്ന് ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസപ്രമാണം വല്ല പുരട്ടിയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് കൊണ്ടിട്ട് ഞാൻ ആശുപത്രിയിൽ പോയാൽ ബയോസിക്ക് അയക്കും. പിന്നെ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കാൻ എനിക്ക് വയ്യ കേട്ടോ, ഇതിപ്പോൾ തന്നെ മാറ്റിക്കളഞ്ഞേരം. അമ്മയ്ക്ക് എൻ്റെ സ്വഭാവം അറിയാലോ, എനിക്ക് സൂചി കാണുന്നത് എന്നെ പേടിയാണ്. പിന്നെ മരുന്ന് കഴിക്കാനും മടിയുള്ള ആളാണ് ഞാൻ, ഇതിപ്പോൾ തന്നെ മാറ്റി തന്നേരേ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഈ കാര്യം മറന്നുപോയി. 2 ദിവസം കഴിഞ്ഞാണ് പിന്നെ ഞാനിത് ഓർത്തപ്പോൾ ഞാൻ നോക്കിയപ്പം ആ സ്ഥലത്ത് ഒരു മുഴയുമില്ല, അത് മാഞ്ഞുപോയി. പിന്നെയുള്ള സാക്ഷ്യം, ഞാൻ അമ്മ മാതാവിനെയും ഉണ്ണീശ്വനെയും ഒരിക്കൽ സ്വപ്നം കണ്ടു. ഒരിക്കലല്ല, അമ്മ മാതാവിനും ഈശ്വനെയും ഇടയ്ക്ക് ഞാൻ കാണാറുള്ളതാണ് സ്വപ്നത്തിൽ. അപ്പോൾ ഇതുപോലെ സ്വപ്നം കണ്ടു കഴിഞ്ഞ് അന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മെഴുകുതിരിയിൽ ഉണ്ണീശോയും അമ്മ മാതാവിൻ്റെ രൂപം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സാക്ഷ്യം എനിക്കുണ്ട്. ഇന്ന് മുഴുവൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാലും തീരാത്ത സാക്ഷ്യങ്ങളാണ്. അതൊക്കെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യങ്ങളാണ്. എനിക്ക് എല്ലാ ദിവസവും അമ്മ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടാറുണ്ടായിരുന്നു. റോസാപ്പൂവിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും ചന്ദനത്തിൻ്റെ എല്ലാ ദിവസവും കിട്ടുമായിരുന്നു. ഇപ്പം ഇച്ചിരി കുറവാണ്. ഇപ്പം അതിൻ്റേതായ ഒരു കുറവ് എനിക്കുണ്ട്. കാരണം പ്രാർത്ഥനയൊക്കെ ഒന്നൊക്കെ ഇച്ചിരി കുറവുണ്ട്, അതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ കരഞ്ഞ് എന്തെങ്കിലും ഒരു സങ്കടം വന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഈശോ അമ്മ മാതാവ് ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മെഴുകുതിരിയിൽ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരാറുണ്ട്. അതെനിക്കൊരു വലിയ ഭാഗ്യമായിട്ട്, എനിക്ക് ഏറ്റവും എല്ലാ അനുഗ്രഹങ്ങളെക്കാളും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് അത് തന്നെയാണ്. എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അമ്മ മാതാവിനെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഈശോ അപ്പ എന്നോട് നേരിട്ട് ഉറക്കത്തിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഇപ്പോഴും അത് തന്നെയാണ് എൻ്റെ ഭാഗ്യം. ഇപ്പോഴും ഞാൻ നിയോഗം ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ഈ തവണ എനിക്കില്ലാഞ്ഞിട്ടല്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. എൻ്റെ മക്കളുടെ കാര്യങ്ങളിലൊക്കെ കുറേ ടെൻഷനും പക്ഷേ ഞാൻ നിയോഗമൊന്നും എഴുതിയിട്ടില്ല. അമ്മ മാതാവ് എനിക്ക് നടത്തി തരും. കാരണം ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യങ്ങളെക്കാൾ നിയോഗത്തിൽ വെക്കാത്ത വേണ്ട കാര്യങ്ങൾ, വീട്ടിൽ എന്താണോ അത്യാവശ്യം അതാണ് എനിക്ക് അമ്മ കൂടുതൽ നടത്തി തരുന്നത്.
അതിന് അമ്മ മാതാവിന് ഈശോപ്പയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രങ്ങൾ ഞാൻ അടുത്തുള്ള ഹിന്ദുക്കളാണേലും മുസ്ലിംസ് ആണേലും പിന്നെ എല്ലാവർക്കും കൊടുക്കാറുണ്ട്, പള്ളിയിലും കൊടുക്കാറുണ്ട്. പിന്നെ പാവപ്പെട്ടവരെ എല്ലാ ആഴ്ചയും ഞായറാഴ്ച 2 പൊതി ചോറ് വീതം ഞാൻ കൊടുത്തു വിടാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് മുടങ്ങിയേക്കുവാണ്. വീണ്ടും അത് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പാവങ്ങൾ സുഖമില്ലാത്തവർക്കൊക്കെ സാമ്പത്തികമായി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് സഹായം ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായി ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടാറുണ്ട്, 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്, ബൈബിൾ വായിക്കും, എല്ലാ ദിവസവും ജപമാല ഒരെണ്ണമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ മുടങ്ങി പോകുന്നുണ്ട്, എങ്കിലും കഴിവതും മുടങ്ങാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയും തന്നെ അമ്മ മാതാവിന് ഈശോപ്പയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അവിടുന്ന് നിന്റെ സാധിച്ചു തരട്ടെ, അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. സങ്കീർത്തനം 19:4. ദൈവം നമ്മുടെ ഹൃദയാഭിലാഷം സാധിച്ചു തരുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ഉദ്യമങ്ങൾ പലതും നമ്മൾ നിയോഗങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് സഫലമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുന്ന ഓരോ പദ്ധതികളും ഫലം കാണും എന്നാണ് ആശ കുഞ്ഞുമോൻ എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മുടെ വിജയം നമ്മുടെ മനുഷ്യ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാണ്. ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ഓരോ പ്രാവശ്യവും ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി ഉടമ്പടി നിബന്ധനകളനുസരിച്ച് ജീവിക്കുമ്പോൾ, അതായത് പരിശുദ്ധ അമ്മ പറയുന്നത് അവൻ പറയുന്ന അനുസരിച്ച് ജീവിക്കുവാനാണ്. ആ അമ്മ കാണിച്ചു തന്നാണ്. അവൻ പറഞ്ഞതുപോലെയാണ് ജീവിച്ച് കാണിച്ചത്. കാനായിലെ കല്യാണത്തിൽ അവിടെ വീഞ്ഞ് തികയാതായപ്പോൾ അമ്മ ഒന്നും ചെയ്യാതെ അമ്മ ചെന്ന് മകനോടാണ് പറഞ്ഞത്, അമ്മയ്ക്ക് വേണമെങ്കിൽ പോയി മേടിക്കാമായിരുന്നു, ആരോടെങ്കിലും പറയാമായിരുന്നു കൊണ്ടുവരാൻ. എന്നിട്ടും അമ്മ ചെന്ന് ഈശോയോടാണ് പറഞ്ഞത്. കാരണം അമ്മയ്ക്കറിയാം ഈശോയുടെ ശക്തിയും ഈശോ എന്ത് ചെയ്യുമെന്ന് അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്തു തരുന്നത്. ഈ മകളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ സ്ഥലവും വീടും എല്ലാം അമ്മയാണ് ചെയ്തു കൊടുത്തത്. പിന്നീട് ഈ മകൾ പറഞ്ഞ കിണറ്റിലെ വെള്ളത്തിൻ്റെ കാര്യമാണ്. വെള്ളം പാറയിൽ നിന്ന് കാണുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ വന്ന് ഈ മകളുടെ വിശ്വാസം, അമ്മയുടെ സാന്നിധ്യം അറിയിക്കാനായിട്ടാണ് ഓരോ പ്രാവശ്യവും ഓരോ രീതിയിൽ അമ്മ വന്ന് കൂടെ ഉണ്ട് എന്ന് അമ്മ ഈ മകളെ അറിയിച്ചത്. മെഴുതിരി കത്തിച്ചപ്പോൾ മെഴുതിരിൽ നിന്നുള്ള ആ പ്രകാശവും ആ ശബ്ദവും ഒക്കെ ഈ മകളെ പരിശുദ്ധ അമ്മ കൈവിട്ടിട്ടില്ല, അമ്മ കൂടെയുണ്ട് എന്ന് ഈ മകളെ അറിയിക്കുന്ന പല പ്രാവശ്യവും ഈ മകളുടെ ജീവിതത്തിൽ അത് അനുഭവം വന്നിട്ടുണ്ട്. നമ്മളും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും അമ്മയോടും പറയുമ്പോഴും നമ്മളുടെ കൂടെയും അമ്മയുണ്ട്, അമ്മയുടെ സാന്നിധ്യം നമ്മൾ മനസ്സിലാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പിന്നീടുണ്ട് രോഗസൗഖ്യമാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ കിണറ്റിലും ഈ മകൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടും ഉടമ്പടി വസ്തുക്കളാണ് ഈ മകൾ പ്രാർത്ഥനാപൂർവ്വം വിശ്വാസ പ്രമാണം ചൊല്ലി ഈ മകൾ ഉപയോഗിച്ചത്. അവിടെയും ഈ മകൾക്ക് രോഗസൗഖ്യം നൽകി ഈശോയും അമ്മയും കനിഞ്ഞ് അനുഗ്രഹിച്ചു. നമുക്ക് ഓരോ പ്രാവശ്യം മെറിറ്റില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഈശോയുടെ അമ്മയിൽ ആശ്രയിക്കുന്നത്. കിണർ കുത്തി വെള്ളം കാണാതായപ്പോൾ ഇനി നമുക്ക് വേറെ മാർഗമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഉടമ്പടി വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ അവരുടെ സാന്നിധ്യം മനസ്സിലാക്കി നമ്മുടെ വിശ്വാസം പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളും പദ്ധതികളും ദൈവത്തിന് സമർപ്പിക്കാം. ദൈവം നമ്മെ ശരിയായ രീതിയിൽ ശരിയായ വഴിയിൽ നയിക്കുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ആശ കുഞ്ഞുമോന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ മകൾക്കും കുടുംബത്തിനും പ്രത്യേകിച്ച് ലഭിച്ച ഈ വെള്ളം, പിന്നെ രോഗസൗഖ്യം, ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ. പേര് നന്ദന, ഞാൻ വരുന്നത് പാലായിൽ നിന്നാണ്. ഇതെൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ.
എൻ്റെ അനിയൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിവിടെ ഉടമ്പടി ആദ്യമായി എടുത്തത് 27-ാം തീയതിയാണ്. 27/7/2025 ഞാനിവിടെ ഉടമ്പടി ആദ്യമായി എടുക്കുന്നത്. അമ്മ മാതാവ് എന്നെ ഈ സന്നിധിയിൽ അമ്മ മാതാവ് തന്നെ എന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും സജീവ സാന്നിധ്യം നിറഞ്ഞ ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ സാക്ഷ്യം പറയുവാൻ ഇന്നേ ദിവസം എനിക്ക് കൃപ നൽകിയതിനെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദി. ഈശോയുടെയും നാമം മഹത്വപ്പെടുന്നതിനും ഞാൻ എൻ്റെ സാക്ഷ്യം ഈശോയ്ക്ക് അമ്മ മാതാവിന് ആദ്യമേ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ 2 കൊല്ലം TTC പഠിച്ചതാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ഞാൻ കേറ്ററ്റ് പരീക്ഷ, കേറ്ററ്റ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ ഈ ടെസ്റ്റ് പാസ്സായാലേ നമുക്ക് ഒരു അധ്യാപിക എന്നൊരു ജോലി നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ 16 പേരാണ് പഠിച്ചിരുന്നത്. ആദ്യത്തെ ശ്രമത്തിൽ തന്നെ 14 പേര് കേറ്ററ്റ് പാസ്സായി. പിന്നെ 2 പേര്, അതിലൊരാൾ ഞാനായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ ഞാൻ എൻ്റെ ശ്രമത്തിൽ പരീക്ഷ എഴുതി. എനിക്ക് പരീക്ഷയിൽ പാസ്സാവാൻ സാധിച്ചില്ല. അങ്ങനെ വിഷമിച്ച് ഇരുന്ന സമയത്താണ് ഞാൻ ഫോണിൽ നമ്മുടെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കാണുകയും അങ്ങനെ കൃപാസന മാതാവിനെ കുറിച്ച് അറിഞ്ഞ് ഈ സന്നിധിയിൽ വന്ന സാക്ഷ്യം ഇവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഞാൻ ആ ഉടമ്പടി നിബന്ധനകൾ പറയുന്നുണ്ട്. നമ്മുടെ മാതാവ് ഈശോയുടെ ശിഷ്യന്മാരോട് പറഞ്ഞത് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നതാണ്. അതായത് ആ നിബന്ധനകൾ പാലിച്ച് ചെയ്താൽ ഈശോ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഇടപെടും. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങൾ അക്രൈസ്തവരാണ്, എന്നാലും ഞങ്ങൾ ഞായറാഴ്ച കുർബാനയിൽ ഞങ്ങൾ പങ്കെടുക്കും. ഞായറാഴ്ച ഞങ്ങൾ ഒരിക്കലും കുർബാന മുടക്കുകയില്ല. എന്ത് പനിയായാലും നമുക്ക് എന്ത് അസുഖമാണെങ്കിൽ പോലും ഞായറാഴ്ച ഒരു ദിവസം പോലും കുർബാന മുടക്കുകയില്ല. കാരണം കുർബാന ദൈവത്തിൻ്റെ ദിവസമാണ്. ഞായറാഴ്ച ഈശോ നമ്മുടെ അടുത്തേക്ക് എഴുന്നള്ളി വരുന്ന ദിവസമാണ്. അത് കടമുള്ളൊരു ദിവസമാണ്. കുർബാനയിൽ ഈശോയുടെ ജനനം, ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ്, അതിലൂടെ ഈശോ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഇത്രയുമാണ് ആ കുർബാനയിൽ നടക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് ഈശോയാണ്. അപ്പോൾ ഈശോ നമ്മുടെ തെറ്റുകൾക്ക് പരിഹാര ബലിയായി ഈശോ തൻ്റെ ജീവൻ തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ സുവിശേഷത്തിലൊരു വചനമുണ്ട്, യോഹന്നാൻ 1:1. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയതായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആ വചനത്തിലൂടെ നമ്മുടെ സ്വർഗസ്നായ പിതാവ് നമുക്ക് ഈശോയിലൂടെ നമുക്കെല്ലാം തന്നു. അപ്പോൾ ഈശോയുടെ കുരിശുമരണം നമുക്ക് ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ ഈശോ മാതാവ് കുരിശിൽ മരണം സ്വീകരിച്ചത്. അപ്പോൾ അതിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒന്നുമല്ല. ദൈവം അനുഭവിച്ച വേദനയുടെ 1% പോലും നമ്മൾ അനുഭവിക്കുന്നില്ല. നമ്മുടെ വേദനയിൽ നമ്മൾ ഓർക്കും, ദൈവമേ നമുക്ക് മാത്രം ഇത്രയും ഉള്ളൊരു വേദന വന്നത്, നമ്മളങ്ങ് തകർന്നു പോവുകയാണ് ചെയ്തത്. പക്ഷേ ഈശോയുടെ കുരിശുമരണം നമ്മളത് ഓർത്താൽ തന്നെ അറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നമ്മളെ സഹായിച്ച് നമുക്ക് ഇത്രയൊരു വേദന തന്നിട്ടില്ല. ദൈവം നമുക്ക് സഹനം നൽകിയത് മറ്റൊന്നുമല്ല, ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് സഹനം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പരീക്ഷയിൽ എനിക്കത് കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ദൈവത്തെ തേടിയത്. അപ്പോൾ ആ സഹനം വന്നപ്പോൾ ഞാൻ ദൈവത്തെ അന്വേഷിച്ചു. സത്യദൈവം ഈശോയാണെന്ന് ഞാൻ കണ്ടെത്തി. ഞങ്ങൾ അക്രൈസ്തവരാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈശോയെ തേടുകയാണ് ചെയ്തത്. ഈ സന്നിധിയിൽ വന്നപ്പോൾ ഈശോയും അമ്മ മാതാവുമാണ് സത്യദൈവം എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. ഈശോ പറഞ്ഞിട്ടുണ്ട്, ഈശോയുടെ വചനം വിശ്വസിക്കുന്നവർക്ക് ദൈവം മക്കളാകാൻ അവൻ കഴിവ് നൽകി. ആ വചനം ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. ഈ പ്രാവശ്യം, അതായത് സെപ്റ്റംബർ 18 എൻ്റെ കേറ്ററ്റ് പരീക്ഷ. 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ എഴുതി. ഈശോയിൽ ശരണം വെച്ചുകൊണ്ട് അമ്മ മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ എഴുതിയത്. ഞാൻ ഒരാളെ ഇനി പാസ്സാവാത്തതുള്ളൂ. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ പ്രാവശ്യം എന്നെ പരീക്ഷയിൽ പാസ്സാക്കണമേ. കാരണം എനിക്ക് മറ്റൊരാളോട് ഞാൻ കൃപാസന പത്രം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യം പറയണം. അപ്പോൾ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചത്, അമ്മേ മാതാവേ എന്നെ പ്രത്യക്ഷീകരണത്തിന് എന്നെ ഒരു സാക്ഷിയാക്കണമേ എന്നാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ ഈ പ്രാവശ്യം എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ സെപ്റ്റംബർ 18 പരീക്ഷ കഴിഞ്ഞു, പിന്നെ ഒരറിവും ഇല്ലാതായി. അപ്പോൾ എല്ലാവരും ചോദിച്ചു, റിസൾട്ട് വന്നില്ലേ, പരീക്ഷ പാസ്സായില്ലേ, അതിന് ഇത്രയും നാളുമായിട്ട് റിസൾട്ട് വരാത്തത് എന്തേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ റിസൾട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കൊരു ജോലി വേണമെങ്കിൽ നമുക്ക് കേറ്ററ്റ് പരീക്ഷ പാസ്സായിട്ടേ നമുക്ക് സ്കൂളുകളിൽ കൊടുത്തിടാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഡിസംബർ 8 അമ്മയുടെ പിറന്നാളാണ്. മാതാവ് എനിക്ക് ഡിസംബർ 8 മുന്നേ
എനിക്ക് എൻ്റെ പരീക്ഷാഫലം എന്നെ അറിയിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഡിസംബർ 8-ാം തീയതി ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. ഡിസംബർ 6-ാം തീയതി അമ്മ മാതാവ് എനിക്കൊരു സന്തോഷ വാർത്ത നൽകി. അന്ന് വൈകുന്നേരമാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ടാണ് പറഞ്ഞത്, എടി നീ റിസൾട്ട് വന്നു, നീ കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, പത്രത്തിലും ടി വിയിലൊന്നും കണ്ടില്ല, കാരണം അന്ന് ഇലക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് കേറ്ററ്റിൻ്റെ പരീക്ഷാഫല പ്രഖ്യാപനം ഒന്നും വന്നിട്ടില്ല. അന്നേരം ഞാൻ പറഞ്ഞു, ആണോ, ഞാനിവിടെ പാലായിൽ അന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന കുരിശുപള്ളിയിൽ. അപ്പം ഞാൻ പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് ഞാൻ നോക്കട്ടെ, എനിക്കറിയത്തില്ല. വീട്ടിൽ വന്ന് ഞാൻ നോക്കി. ഞാൻ അതിനു മുമ്പ് തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ പരീക്ഷ തോറ്റാലും ജയിച്ചാലും ഞാൻ മാതാവിനെ വിട്ടു പോവുകയില്ല, മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് നിറവേറട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി. ഞാൻ ആ സൈറ്റ് ലോഗിൻ ചെയ്തു, ഓപ്പണാക്കി നോക്കിയപ്പം എനിക്ക് ജയിക്കാവുന്ന മാർക്ക് ഒരു 80 മതി. ദൈവം എനിക്ക് അതിനേക്കാൾ കൂടുതൽ മാർക്ക് തന്ന് എന്നെ ഈ പ്രാവശ്യം പരീക്ഷയിൽ പാസ്സാക്കി. അങ്ങനെ ഈ വർഷം ഞാൻ കേറ്റിട്ട് പാസ്സായി. അമ്മ മാതാവ് അങ്ങനെ എന്നെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ എന്നെ ഒരു ഉപകരണമാക്കി മാറ്റി. അങ്ങനെ അത് ഞാൻ സാക്ഷ്യം പറഞ്ഞ്, എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുകയും വിശുദ്ധ തൈലം പുരട്ടി ഞാൻ എൻ്റെ ജീവിത സാക്ഷ്യം തന്നെ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് രോഗപീഠകളാണെങ്കിലും പരീക്ഷ, ഇപ്പോൾ ഒത്തിരി പേര് IELT ജർമ്മൻ പോകാനൊക്കെ ഒത്തിരി പേര് കാത്തിരിപ്പുണ്ടല്ലേ. അപ്പോൾ അവർ പറയും, 1-2 പ്രാവശ്യം എഴുതി കിട്ടിയില്ല, ഉടമ്പടി എടുത്ത് ഒന്നും സാധിച്ചില്ല. അങ്ങനെ പറയുന്നവരോട് എനിക്ക് ഒറ്റ ഉത്തരവേ പറയാനുള്ളൂ, നമ്മൾ തീരുമാനിക്കുന്നത് പോലെയല്ല നമ്മുടെ ജീവിതം. നമ്മൾ ഒന്ന് തീരുമാനിക്കും, ദൈവം വേറെയാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ഒരിക്കലും നടക്കുകയില്ല. ദൈവത്തിനറിയാം എപ്പോൾ എന്ത് തരണമെന്നുള്ളത്. ദൈവത്തെ വിശ്വസിക്കുക. അപ്പോൾ ദൈവം അത് കൃത്യസമയത്ത് നമുക്കത് നൽകും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ സാക്ഷ്യത്തിലൂടെ പറയാനുള്ളത്. കാരണം ദൈവം ഓരോ പദ്ധതികളും നടപ്പിലാക്കും, പക്ഷേ അത് നമ്മുടെ നാശത്തിന് വേണ്ടിയല്ല, നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടിയാണ്. ദൈവത്തിനറിയാം നമുക്കത് എപ്പോൾ തരണമെന്നുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ 1ാമത്തെ നിയോഗം. അത് ദൈവമാതാവ് എന്നെ അതിലൊരു സാക്ഷിയാക്കി മാറ്റി. 2ാമത്തെ കാര്യം, ഞങ്ങൾക്ക് നല്ലൊരു ഭവനമില്ലായിരുന്നു. ഞങ്ങളുടെ ഭവനം എന്ന് പറയുന്നത് ഒരു സർക്കസ് കൂടാരം എന്ന് വേണേൽ നമുക്ക് പറയാം. കാരണം നല്ലൊരു ഭവനമല്ല, മഴ പെയ്താലും വെള്ളമെല്ലാം വീടിൻ്റെ അകത്തേക്കാണ് വരുന്നത്. അപ്പം മഴ ഇഷ്ടമാണ്, പക്ഷെ മഴ പെയ്യുമ്പോൾ ഭയമാണ് കിടന്നുറങ്ങാൻ, കാരണം വെള്ളമെല്ലാം മുഖത്തോട്ടാണ് വീഴുന്നത്. അപ്പം അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഞങ്ങൾക്ക് നല്ലൊരു ഭവനമില്ല, ഞങ്ങൾക്ക് നല്ലൊരു ഭവനം അമ്മ മാതാവ് പണിത് തരണമെന്ന് പറഞ്ഞു. ആ ഇടയ്ക്കാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഞങ്ങൾ വീടിന് വേണ്ടി ഞങ്ങൾ അപേക്ഷ കൊടുത്തു. പിന്നെ ഒരറിവുമില്ല, നമ്മൾ അപേക്ഷ കൊടുത്തതേ ഉള്ളൂ. പിന്നെ എൻ്റെ അമ്മ ഇവിടെ നമ്മുടെ പെര അടിച്ച് വാരിക്കൊണ്ടിരിക്കുക. അന്നേരം എൻ്റെ അമ്മയുടെ അനിയത്തി ചിറ്റ വിളിച്ചു. അപ്പം എൻ്റെ അമ്മയുടെ വീട്ടിൽ എല്ലാവർക്കും തന്നെ നല്ല വീടുണ്ട്, നമുക്ക് മാത്രം അങ്ങനെ നല്ലൊരു വീടില്ല. അപ്പം അമ്മ പറഞ്ഞു, എല്ലാവർക്കും നല്ല വീടുണ്ട്, എനിക്കൊരു ഭവനമില്ല. അന്നേരം എൻ്റെ ചിറ്റ പറഞ്ഞു, നിനക്ക് അമ്മ മാതാവ് കൃപാസന മാതാവ് ഇല്ലേ, നിനക്ക് ഒരു വീട് കിട്ടും, മാതാവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തി തന്നില്ലേന്ന് ചോദിച്ചു. അത് പറഞ്ഞ് ഫോൺ വെച്ചു. അമ്മ കരഞ്ഞ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് നല്ലൊരു ഭവനം തന്ന അതിലൊരു ദിവസം അന്തി ഉറങ്ങി പിറ്റേ ദിവസം എന്നെ വിളിച്ചോളൂ, ഞാൻ സന്തോഷത്തോടെ അമ്മ മാതാവിൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞു. ആ നിമിഷം പറഞ്ഞു അമ്മ കടഞ്ഞ അച്ചാച്ചനെ ഒരാവശ്യത്തിന് വിളിച്ചു. അതായത് വീട്ടിലെ ഇങ്ങനെ ചായപ്പൊടി അങ്ങനെ എന്തെങ്കിലും തീർന്നു പോയാൽ ഉടനെ അമ്മ അച്ചാച്ചയെ വിളിക്കും. അച്ചാച്ചനെ വിളിച്ചപ്പോൾ ഫോൺ ബിസിയാണ്, നമ്പർ ബിസിയാണ്. പിന്നെ അമ്മ അടുത്ത പണി അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞ് അച്ചാച്ച തന്നെ തിരിച്ചു വിളിച്ചു പറഞ്ഞു, എടി പഞ്ചായത്തിൽ നിന്ന് സാറന്മാർ വിളിച്ചു, നമ്മുടെ വീടിന് ലോൺ പാസ്സായി, നാളെ തന്നെ പഞ്ചായത്തിൽ വന്ന് എല്ലാ രേഖകളും കൊണ്ടുവരണമെന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ അമ്മ ആകെ സന്തോഷമാണോ സങ്കടമാണോ വന്നതെന്നറിയത്തില്ല. അന്ന് ആ നിമിഷം തന്നെ അമ്മ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ, മാതാവ് അത് ആ നിമിഷം തന്നെ അത് നടപ്പിലാക്കി പാസ്സാക്കി തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട് പണിയുടെ എല്ലാ രേഖകളും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാതാവ് പണിത് തന്നത് വീടുകൾ. കാരണം വീടിൻ്റെ പ്ലാൻ ഒന്ന് പഠിച്ചു, മാതാവ് തന്നെ ഡിസൈൻ ചെയ്ത് ഒരു കൊച്ചു വീടേ ആഗ്രഹിച്ചുള്ളൂ. പണിത് വന്നപ്പം നല്ല സൗകര്യമുള്ളൊരു വീടാണ്, 2.5 സെൻറ്റേ ഉള്ളൂ ഞങ്ങൾക്ക്. ആ സ്ഥലത്തിൽ നല്ല സൗകര്യത്തോടു കൂടിയുള്ളൊരു വീട് അമ്മ മാതാവ് പണിത് തന്നു. അങ്ങനെ ഞങ്ങളെ വീണ്ടും അമ്മ മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റി. അതാണ് 2ാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്.
മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മ, അതായത് എൻ്റെ അമ്മ ഒത്തിരി ഇവിടെ കുടുംബശ്രീകളിൽ ചോദിച്ചു എന്നെ ഇതിൽ പങ്കു ചേർക്കാമോ എന്ന്. പക്ഷെ അവരാരും ചേർത്തില്ല. എന്നിട്ട് അമ്മ തന്നെ തീരുമാനിച്ചു, എന്നാൽ ഞാൻ മുന്നോട്ടിറങ്ങി നമുക്ക് ഒരു കുടുംബശ്രീ രൂപീകരിക്കാമെന്ന്. അപ്പോൾ അമ്മ അതിനുവേണ്ടി ഇറങ്ങി എല്ലാവരോടും കുടുംബശ്രീയുടെ കാര്യങ്ങളും അതിൻ്റെ ആവശ്യകതകളും നമുക്കിങ്ങനെ കുടുംബശ്രീ കൂടണം എന്ന് പറഞ്ഞു. പക്ഷേ അമ്മ 10 പേരെ സംഘടിപ്പിച്ചു. വന്നത് 30 പേരാണ് വന്നത്. എങ്ങനെയോ അടഞ്ഞു വന്നു. അത് കഴിഞ്ഞിട്ട് അവരെല്ലാം കുടുംബശ്രീ 30 പേര് കൂടി ലാസ്റ്റ് ഓരോരുത്തരും അതിൽ നിന്ന് ഓരോ ആവശ്യങ്ങളും കാര്യങ്ങളും പറഞ്ഞ് കുറച്ച് പേര് പിരിഞ്ഞു. എന്നാലും ബാക്കി 20 പേരുണ്ട്. അപ്പോൾ അത് വന്നിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലിയും കാശുമുള്ള സമ്പന്നരായ കുടുംബക്കാരാണ്. അപ്പം നമുക്ക് കാശില്ല, അങ്ങനെ നമ്മളൊരു സാധാരണ കുടുംബമായിപ്പോയി. അപ്പം നമുക്ക് ലോൺ ചോദിച്ചാൽ ലോൺ തരികയില്ല. ഇവർ ചോദിക്കുന്നത് ഇവർക്ക് ലോൺ കൊടുത്താൽ ഇവരെങ്ങനെ തിരിച്ചടയ്ക്കും, എന്ത് വിശ്വാസത്തിലാണ് കൊടുക്കേണ്ടതെന്നായിപ്പോയി. അങ്ങനെയാണ് അവർ ചോദിച്ചത്. കുടുംബശ്രീ കൊണ്ടത് അമ്മയാണ്. പക്ഷേ ലോൺ കൊടുക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ ഇവരെ എങ്ങനെ വിശ്വസിച്ച് കൊടുക്കുമെന്നാണ് അവർ ചോദിച്ചത്. ലോൺ തന്നില്ല. എന്നാൽ കൊറോണ കാലത്തൊക്കെ ഒരുപാട് വിഷമിച്ചു. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തലായിരുന്നു. കാരണം കുടുംബശ്രീ തന്നെ ഒത്തിരി കള്ളത്തരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ചോദിച്ചു, കാരണം നമുക്കറിയാം, കുടുംബശ്രീയിലുള്ളവർക്കൊക്കെ അറിയാം അല്ലേ. അപ്പം അതിനകത്ത് സെക്രട്ടറി പ്രസിഡൻ്റ് ഉണ്ട്. അപ്പം ഒരു 10 അംഗങ്ങളുണ്ടോ, ആ 10 അംഗങ്ങളുടെയും പൈസ പിടിച്ച് നമ്മൾ ബാങ്കിൽ അടയ്ക്കണ്ടേ, കയ്യിൽ കരുതി വെക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കള്ളത്തരം കണ്ടപ്പോൾ അമ്മയൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ആ ചോദിച്ചതിൻ്റെ പേരിൽ പിന്നീട് അമ്മയെ എല്ലാവരും കുറ്റപ്പെടുത്തി. കുടുംബശ്രീ നടക്കുമ്പോൾ ആ പരിസരത്ത് അമ്മയെ കയറ്റുകയില്ല. അങ്ങനെ ഓരോ വിഷമങ്ങൾ സാഹചര്യങ്ങളുണ്ട്. അമ്മ കൊടുക്കുന്ന പൈസ അവർ സ്വീകരിക്കുകയില്ല. അങ്ങനെ ഞങ്ങൾ കൃത്യമായിട്ട് ബാങ്കിൽ അടച്ചു. അങ്ങനെ അടച്ചതിന് പിന്നെ ഞങ്ങൾക്ക് അവർ തന്നെ ഒരു കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് ഉന്നതരായ ഉദ്യോഗസ്ഥർ വന്ന് ചോദിച്ചപ്പോൾ എന്ത് കാരണത്താലാണ് ഇവരെ ഒഴിവാക്കണം അല്ലെങ്കിൽ ഇവരെ കുടുംബശ്രീയിൽ നിന്ന് പുറത്താക്കണമെന്ന് അവർ ചോദിച്ചു. കാരണമൊന്നുമില്ല, പൈസ അവർ മേടിച്ചില്ലെങ്കിലും കൃത്യമായി ഞങ്ങൾ അടച്ചു. വേറെ കാരണം ചോദിച്ചാൽ ഒന്നുമില്ല, ഒരു സാധാരണ കുടുംബം. അങ്ങനെ അവരെല്ലാവരും ഞങ്ങൾക്കെതിരെ നിന്നു. പക്ഷേ ദൈവം നീതിമാൻ്റെ പക്ഷത്തായതുകൊണ്ട് വിജയം ഞങ്ങളുടെ ഭാഗത്തായിരുന്നു. ഞങ്ങളെ പുറത്താക്കാൻ നോക്കിയ അവരെ, പഞ്ചായത്തിൽ നിന്ന് ഉന്നതരായ ഉദ്യോഗസ്ഥരെ, അവരെ പുറത്താക്കി. ഇങ്ങനെയൊരു കുടുംബശ്രീ ഇനി ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾ സത്യസന്ധമായി എന്ത് പ്രവൃത്തി ചെയ്താലും ദൈവം കൂടെയുണ്ട്. കാരണം ദൈവം നീതിമാനാണ്. നീതിമാൻ്റെ പക്ഷത്തെ ദൈവം കൂടെ ഉള്ളൂ. ചതി വഞ്ചനയുടെ കൂടെ ഒരിക്കലും ദൈവം കൂടെ നിൽക്കുകയില്ല. അതുപോലെ തന്നെ നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, കുറ്റപ്പെടുത്തിയവർ എനിക്ക് പെട്ടെന്ന് വിഷമം തട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അത് കൂട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് വിഷമം തട്ടും. പക്ഷേ ഞാൻ പ്രതികരിക്കുകയില്ല. വീട്ടിൽ വന്ന ഞാൻ തന്നെ ഇരുന്ന് കരയുള്ളൂ ദൈവത്തിനെ നോക്കി. ദൈവമേ, ദൈവം എന്നെ ഇത് കാണുന്നില്ലേന്ന് ചോദിക്കും. എല്ലാം ദൈവത്തിനോടാണ് പറയുന്നത്. വീട്ടിൽ വന്ന അച്ചാച്ചയോടും അമ്മയോടും പറയും. എങ്കിലും ഞാൻ ദൈവത്തിനോട് കൂടുതൽ ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഞാൻ ശാന്തരായി ഇരുന്നത് കൊണ്ടും ഞാൻ സഹനത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ദൈവം തന്നെ എന്നെ ഈ നിലയിൽ കൊണ്ടുവന്നു എന്നുള്ളത്. ഞാൻ ഇന്നേ വരെ ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ല. ഒരു സ്റ്റേജിൽ കയറാത്ത ആളാണ് ഞാൻ. ഇന്ന് മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഞാൻ ദൈവത്തിന് സാക്ഷിയെ ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നു. ദൈവം എന്നെ സാക്ഷിയാക്കി ഇങ്ങനെ ഒരു സന്നിധാനത്തിൽ സാക്ഷ്യം പറയുവാനാണ് എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ എൻ്റെ സാക്ഷ്യത്തിൽ എനിക്ക് എല്ലാവരോടും ഉടമ്പടി എടുത്ത എല്ലാ ദൈവഭക്തരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഉടമ്പടി എടുത്തിട്ട് നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. നമ്മൾ ദൈവരാജ്യം അന്വേഷിക്കുക. നമ്മുടെ നിയോഗങ്ങളല്ല, നമ്മുടെ ഭൗതിക നിയോഗങ്ങൾക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതല്ല നമ്മൾ നടന്നോ നോക്കേണ്ടത്. നമ്മൾ ദൈവത്തെ അടഞ്ഞോ. ദൈവം നമുക്ക് കുർബാനയിലൂടെ ഈശോ വരുന്നു. അപ്പം നമ്മൾ ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ തേടുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ദൈവം തരും. കാരണം ദൈവത്തിൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. യോഹന്നാൻ 1:1 പറയുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയതായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം, അപ്പോൾ ആ വചനം ദൈവമാണ്. സ്വർഗസ്വനായ പിതാവ് ഈശോയിലൂടെ നമുക്കെല്ലാം തന്നു, സകലതും തന്നിട്ടുണ്ട്. ഇനി നമ്മളാണ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ചുമതല കർത്തവ്യങ്ങൾ എന്താണോ അത് നമ്മൾ സത്യസന്ധമായും അത് ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യണം. അപ്പോൾ തീർച്ചയായും നമ്മളെയും മാതാവും ഈശോയും പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി നമ്മളെയും ഈ സന്നിധാനത്തിൽ ഉടമ്പടി പറയാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ കൃപാസന പത്രം ഞാൻ ഇവിടുന്ന് വിശുദ്ധ തൈലം കിട്ടി കുരിശടയാളം പഠിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ എല്ലാവർക്കും എൻ്റെ ജീവിതാനുഭവം പറഞ്ഞ എല്ലാവരോടും ഞാൻ പത്രം കൊടുക്കും.
പിന്നെ കുറച്ച് പേർക്ക് വായിക്കാൻ അറിയത്തില്ല, അത് ഞാൻ അവർക്ക് വായിച്ചു കൊടുക്കും. സാക്ഷ്യങ്ങൾ, കൃപാസന പത്രത്തിലെ സാക്ഷ്യങ്ങൾ വായിച്ചു കൊടുക്കും. ഞാൻ പറയും, ഇത് നിങ്ങൾ വിശ്വസിക്കണം, ഇത് ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങൾ അവർ പറയുന്നത്, അപ്പം അത് നിങ്ങൾ വിശ്വസിക്കുക. പിന്നെ നമ്മൾ ദൈവത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുക. നമ്മൾക്ക് ഈ കൃപാസനം എന്ന സന്നിധിയിൽ വന്നാൽ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. നിങ്ങൾ എന്തായാലും കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം, നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം അമ്മ മാതാവ് സാധിച്ചു തരുമെന്നാണ് ഞാൻ പറയുന്നത്. കാരുണ്യ പ്രവർത്തികൾ, ഞാനും അമ്മയും വീട്ടിൽ നിന്ന് പൊതിച്ചോറ് 10 പൊതിച്ചോറ് ഞങ്ങൾ തയ്യാറാക്കിയിട്ട് ഞങ്ങൾ എന്നും ആദ്യ വെള്ളിയാഴ്ച ഇവിടെ പള്ളിയിൽ ഒത്തിരി പേര് വരും ഇങ്ങനെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ളവർ, അവർക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ ഞങ്ങളുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരു വ്യക്തിയെയും ഞങ്ങൾ ഉപേക്ഷിക്കുകയല്ല. ഞങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് ഞങ്ങൾ അവിടെ കൊടുക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാനും അമ്മയും പാലായിക്ക് പോയതാണ് കുരിശുപള്ളിയിൽ. അപ്പോൾ കയ്യിൽ ഒരു 500 രൂപയുണ്ടെങ്കിൽ അതിൽ ഒരു 300 രൂപ കൈ നീട്ടുന്നവർക്കാണ് കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം, കാരണം മാതാവും ഈശോയും പല രൂപത്തിലാണ് നമ്മുടെ അടുത്ത് വരുന്നത്. കാരണം അത് വിശപ്പ് ഉള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മെഴുകുതിരി കത്തിക്കുന്ന ഒരു സാധാരണ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവരൊരു 10 രൂപ ചോദിക്കുമ്പോൾ ഒരു 30 രൂപ കൊടുക്കും. കാരണം ഞാൻ വിശ്വസിക്കുന്നത് പാവപ്പെട്ടവരിൽ ദൈവമുണ്ട് എന്നാണ്. കാരണം ദൈവം പല രൂപത്തിലാണ് വരുന്നത്, എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പം അത് ദൈവമാണെന്ന് വിശ്വസിച്ച് ഞാൻ ദൈവത്തിന് തന്നെ ഞാൻ ആ പൈസ കൊടുക്കും. അന്നേരം ഞാൻ ആ വ്യക്തിക്ക് പൈസ കൊടുക്കുമ്പോൾ ഞാൻ പറയും, ദൈവമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ മുന്നിൽ കൈ നീട്ടുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഒരു 10 അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയാവുന്നത് എൻ്റെ കയ്യിൽ എന്താണോ അത് ഞാൻ കൊടുക്കും. എന്നിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. പിന്നെ എൻ്റെ നാട്ടിൻ്റെ അടുത്ത് ഇവിടെ സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുണ്ട്, അവർക്ക് ഞാൻ നല്ല വസ്ത്രങ്ങൾ, ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്താൽ പിന്നെ എനിക്ക് ഇങ്ങനെ കല്ലും പൂക്കളും ഉള്ള ഡ്രസ്സുകളോടുള്ള താല്പര്യം കുറഞ്ഞു. ഇങ്ങനെ നല്ല ഡ്രസ്സിനോട് എനിക്കിപ്പോൾ ഒരു ഒരു ലൈറ്റ് ഡ്രസ്സിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ ഞാൻ ആ നല്ല വസ്ത്രങ്ങളൊക്കെ ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തു. അന്നേരം ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ ഈശോയുടെ നാമത്തെ മഹത്വം, ഇതാ കുട്ടികൾക്ക് കൊടുത്തു. ആ കുട്ടികളെ കണ്ടാൽ നമുക്ക് വിഷമം തോന്നും. അപ്പം നമ്മൾ ഓർക്കും നമ്മൾ എന്ത് ഭാഗ്യവതികളാണ്, ഭാഗ്യവാന്മാരാണെന്ന് ഓർക്കും. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് 8, 8, 9 തിരുവചനങ്ങൾ. ശോഭയേറിയതും നിർമ്മലവുമായ മൃദുലവസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. ദൂതൻ എന്നോട് പറഞ്ഞു, എഴുതുക, കുഞ്ഞാടിൻ്റെ വിവാഹവിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അവർ വീണ്ടും പറഞ്ഞു, ഇവ ദൈവത്തിൻ്റെ സത്യവചസ്സുകളാണ്. നന്ദന ഷാജി എന്ന ഈ മകൾ പ്രത്യക്ഷീകരണ സാക്ഷികളായി കുടുംബത്തോടൊപ്പം എല്ലാവരും ഉടമ്പടി എടുത്തിട്ടാണ് ഈ ക്രൈസ്തവ കുടുംബം ഇന്ന് ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത്. നന്ദന പറഞ്ഞതുപോലെ ഞാൻ ഒരിടത്തും ഒരു സ്റ്റേജിൽ ഒരു പെർഫോമൻസിന് പോയിട്ടില്ല. പക്ഷേ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഈ പ്രത്യക്ഷീകരണ സാക്ഷിയായി നിൽക്കുവാനുള്ള ഒരു വലിയ അവതരണമാണ് എനിക്ക് ലഭിച്ചത്. അതൊരു മഹാഭാഗ്യമായി കരുതുന്നു. ഈ മകൾ ഉടമ്പടി എടുക്കാൻ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അവർക്കൊരു വീടില്ലായിരുന്നു. 2.5 സെൻറ്റ് സ്ഥലത്തുള്ള ഒരു നല്ല ഭവനം ഈശോ ഉടനെ അവർ ഉടമ്പടി എടുത്ത് പുതുക്കിയപ്പോൾ അവർക്ക് ലൈഫ് മിഷനിൽ നിന്നുള്ള ലോൺ സാങ്ഷനായി അവർക്കൊരു നല്ല വീട് ലഭിച്ചതും കാറ്ററ്റ് പരീക്ഷയിൽ പരിശുദ്ധ അമ്മ മകൾക്കൊരു നല്ല വിജയം നൽകിയതുമെല്ലാം ഈ മകൾ ഇവിടെ ഏറ്റുപറയുകയുണ്ടായി. ഓരോ ജീവിതാവസ്ഥകളിലും സങ്കടങ്ങളിലും പരിശുദ്ധ അമ്മ സാമീപ്യം നൽകുകയും പരിശുദ്ധ അമ്മയുടെ സപ്പോർട്ട് വളരെയധികം നൽകുകയും ഈശോയ്ക്ക് എല്ലാ കാര്യങ്ങളും ഗ്രീൻ സിഗ്നൽ ഇട്ട് കൊടുക്കുന്നതായി നന്ദനയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും വളരെ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് ഉയർന്നുള്ള ഒരു ദൈവവിളിയോടുകൂടിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഇന്ന് നന്ദനയ്ക്കും കുടുംബത്തിനും സാധിക്കുന്നു എന്ന് അവർ ഏറ്റുപറയുകയുണ്ടായി. അവരുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളിലെല്ലാം തകർന്നു പോകാതെ അതിൽ നിന്നെല്ലാം നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനും ഈശോ സഹിച്ചത് എങ്ങനെ എന്ന് കണക്ട് ചെയ്യാനുമുള്ള ഒരു വലിയ ആധ്യാത്മിക വിശുദ്ധി ഈ കുടുംബത്തിനും മകൾക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു വലിയ സാക്ഷ്യമാണിത്. എൻ്റെ ഭൗതിക ആവശ്യങ്ങളാണോ എൻ്റെ ദൈവം, അതോ എൻ്റെ ഈശോയാണോ എൻ്റെ രക്ഷകൻ എന്ന് ചിന്തിച്ചെടുക്കേണ്ട ഒരു വലിയ സാക്ഷ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സങ്കടങ്ങളെയും നമ്മുടെ ആധ്യാത്മിക വിശുദ്ധിയെയും വളർന്നു തൂക്കിക്കൊണ്ട് നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർന്നുകൊണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മയെ അറിയിക്കാം. വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള വലിയൊരു അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ പരിശുദ്ധ അമ്മ ഈ പ്രത്യക്ഷീകരണ സാക്ഷിയായി നമ്മളെല്ലാവരെയും ഉയർത്തട്ടെ. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. കുമാരനും എൻ്റെ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അൻസ. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്.
ഞാനിവിടെ ആദ്യമായിട്ട് വന്നത് 2022 ഡിസംബർ 21 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹം അടുത്തറിഞ്ഞ കുറേ നിമിഷങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ. പക്ഷേ നമ്മൾ ദൈവത്തോട് എത്രമാത്രം അടുത്ത് നിൽക്കുന്നോ അത്രത്തോളം നമുക്ക് പരീക്ഷണങ്ങളും വരുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു നേഴ്സാണ്. അപ്പോൾ നേഴ്സുമാരുടെ ഒരു ആഗ്രഹമാണ് വിദേശത്ത് പോയി ഒന്ന് ജോലി ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് എനിക്കൊരു അവസരം ലഭിച്ചതാണ് ജർമ്മൻ ഭാഷ പഠിക്കാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ റിസൾട്ട്, അതായത് B1 ഇൻ്റർനാഷണൽ എക്സാം എഴുതണമായിരുന്നു. B1 ഇൻ്റർനാഷണൽ എക്സാം എഴുതിയ സമയത്ത് എനിക്ക് അതിൻ്റെ റിസൾട്ട് വന്നപ്പം ഒരു മൊഡ്യൂൾ കിട്ടിയില്ല. ഒരു മൊഡ്യൂൾ കിട്ടാതെ വന്നപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു, എന്നിട്ട് നമുക്ക് കിട്ടിയില്ല. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു മൊഡ്യൂൾ കിട്ടാത്തത് അതൊരു ടൈം ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനുള്ളിൽ നമ്മൾ പാസ്സായില്ലെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ റിജക്റ്റായി പോവും. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. കാരണം B1 വെച്ച് നമുക്ക് ഒരു നേഴ്സിന് മൂവ് ചെയ്യാൻ പറ്റിയില്ല. B2 ആണ് വേണ്ടത്. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇവിടെ വന്ന് എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നത് ഞാനൊരു ഫെബ്രുവരി 19 വന്നത്. ആ മാസം 24 എനിക്ക് രണ്ടാമത് പരീക്ഷ എഴുതാനുള്ള ഒരു ഡേറ്റ് കിട്ടിയത്. അങ്ങനെ ഡേറ്റ് കിട്ടിയ ദിവസത്തിന് 3 ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് കിട്ടിയ ഒരു അവസരമാണിത്, ഈ അവസരത്തിൽ എന്നെ കൈവെടിയല്ല്. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരുങ്ങി. അന്നത്തെ ദിവസം എനിക്ക് നടന്ന ഒരനുഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ അന്നേ പോലും എനിക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ പറ്റി. ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അന്നേരം എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് വന്നു. മാതാവ് എന്നോട് പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ട് പൊക്കോ, നിൻ്റെ പരീക്ഷയെ ഞാൻ കൂട്ടുവരും, നിനക്ക് ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു തരും. ആ ഒരു വിശ്വാസത്തിലാണ് പിന്നെ ഞാൻ അങ്ങോട്ട് പോയത്. പിന്നെ നടന്ന പരീക്ഷയുടെ സമയത്തെന്ന് പറഞ്ഞാൽ ഹ്യൂറനായിരുന്നു എനിക്ക് കിട്ടാഞ്ഞത്. എന്തൊക്കെയോ ഓഡിയോ കുറേ പോകുന്നുണ്ട്, പക്ഷേ അതിലെന്താ വ്യക്തമായിട്ട് ഞാനൊന്നും കേട്ടിട്ടില്ല. എന്നാൽ ഓരോ ഉത്തരങ്ങൾ എഴുതുന്നതിന് മുന്നേ ഞാൻ കുരിശ് വരയ്ക്കും. മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ കാശുരൂപം വെച്ചാണ് ഞാൻ ഓരോ ക്വസ്റ്റിനും ആൻസർ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പം മാതാവ് എനിക്ക് പറഞ്ഞു തരും, നീ ഇതാണ് കറക്റ്റ് ആൻസർ, ഈ ആൻസറാണ് ശരിയായ ഉത്തരം. അങ്ങനെ പറഞ്ഞു തന്ന് ഞാൻ ആ പരീക്ഷ മുഴുവൻ എഴുതി. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, മാതാവെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ ആ മൊഡ്യൂൾ പാസ്സായിട്ട് അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം ഓക്കെ ആയി വന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ഒരു വർക്ക് പെർമിറ്റ് വരാതെ ഇവിടുന്ന് നമുക്ക് പിന്നെ മൂവ് ചെയ്യാൻ പറ്റിയില്ല. ആ വർക്ക് പെർമിറ്റിൻ്റെ സമയത്ത് എൻ്റെ കൂടെ ഞങ്ങളൊരു 9 പേരുണ്ടായിരുന്നു. ഈ 9 പേരിൽ 8 പേർക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ പല ദിവസങ്ങളായിട്ട് വർക്ക് പെർമിറ്റ് എത്തി. എനിക്ക് മാത്രം എന്നെ വിളിച്ചിട്ടുമില്ല, എനിക്ക് യാതൊരു മെയിലൊന്നും വരുന്നില്ല. ഞാൻ എന്നിട്ട് എല്ലാ ദിവസവും നോർക്കയിൽ വിളിച്ചു വയ്ക്കും, അവർക്ക് എന്തെങ്കിലും എൻക്വയറി വന്നിട്ടുണ്ടോ, എന്ത് കാരണം കൊണ്ടാണ് ഡിലേ ആവുന്നതെന്നുള്ളത്. പക്ഷേ അവരും പറഞ്ഞു, ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ല, എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പം എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, ചിലപ്പോൾ നിനക്ക് വരാത്തത് ഇനി നിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഏതെങ്കിലും പേപ്പർ വർക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ നിൻ്റെ എന്തെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ എന്തെങ്കിലും ഫില്ല് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് അവിടെ നിന്നൊരു മെയിൽ അയക്കണം, നിങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൂഫ് തരണം, ഇങ്ങനെയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. എനിക്കൊരു 1.5 മാസത്തോളം, എനിക്ക് 2 മാസത്തോളം കംപ്ലീറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് യാതൊരു മെയിലും അവിടെ നിന്ന് വന്നില്ല. അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, അവളെന്തായാലും മാതാവിൻ്റെ ഉടമ്പടിയൊക്കെ എടുത്താ, എന്നിട്ട് അവൾക്ക് മാത്രം പെർമിറ്റൊന്നും വന്നിട്ടില്ലെന്ന്. പക്ഷേ അന്നേരവും എൻ്റെ മനസ്സിൽ ഞാൻ പറയും, ഞാൻ പോവാത്ത അല്ലെങ്കിൽ എന്നെ മാതാവ് ഇപ്പം ഇവിടുന്ന് കൊണ്ടുപോകാത്തതിന് എന്തെങ്കിലും മാതാവിനൊരു പ്ലാൻ കാണും. ഞാൻ ഈ നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് സമയം കൂടെ ഇവിടെ നിൽക്കേണ്ട ഒരു പ്ലാൻ മാതാവിന് കാണും, അതുകൊണ്ടായിരിക്കും എന്നായിരുന്നു എൻ്റെ വിശ്വാസം. അങ്ങനെ ഇരുന്ന് ഞാൻ 3ാമത്തെ ഉടമ്പടി ഇവിടെ പുതുക്കാൻ വന്നു. 3ാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പം എൻ്റെ ഏറ്റവും വലിയൊരു നിയോഗമായിരുന്നു, മാതാവേ എൻ്റെ വർക്ക് പെർമിറ്റ് വരണം. ഇനി വന്നില്ലെങ്കിൽ എല്ലാവരും എന്നെ ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ടാണ് നിനക്ക് വരാത്തെന്ന് എല്ലാവരോടും പറഞ്ഞ് ഞാൻ മടുത്തു. അങ്ങനെ ഇരിക്കുമ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിലും വന്നു. അതോടൊപ്പം നോർക്കയിൽ നിന്ന് എന്നെ വിളിക്കുകയും ചെയ്തു, വർക്ക് പെർമിറ്റ് വന്നിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു.
അങ്ങനെ വർക്ക് പെർമിറ്റ് വന്ന് ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പോവാനുള്ള എല്ലാം റെഡിയായി. ടിക്കറ്റ് അവർ അയച്ചു തന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 11 അതായത് കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ 11 ഇവിടുന്ന് ജർമ്മനിക്ക് പോയി. ജർമ്മനി ചെന്ന് കഴിഞ്ഞുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഞങ്ങൾക്ക് B2 എക്സാം ഇൻ്റർനാഷണൽ എഴുതണമായിരുന്നു. ഇൻ്റർനാഷണലിൻ്റെ എഴുതുന്ന സമയത്ത് ഞങ്ങൾക്ക് മുന്നേ പോയവർക്കും പലർക്കും പല മോഡ്യൂൾ കിട്ടാതെ, ഇപ്പോൾ ഒരു മോഡ്യൂൾ പോലും കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ തന്നെ അവരെ വിടുമായിരുന്നു. അങ്ങനെ വിടും. അവർ പുതിയ അക്കോമഡേഷൻ കണ്ടെത്തണം, പുതിയൊരു ജോലി കണ്ടെത്തണം. ഓൾറെഡി നമുക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ വലിയ പരിചയമൊന്നുമില്ല. ഈ പരിചയക്കുറവിനുള്ളിൽ ഇങ്ങനെ പുതിയൊരു ജോലി കണ്ടെത്തുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പിന്നെയും പ്രാർത്ഥിച്ചു, മാതാവേ ഇവിടെയും വീണ്ടും പരീക്ഷണങ്ങളുണ്ട്, പക്ഷേ അമ്മ എന്നെ കൈവടിയല്ലേ എന്നുള്ള, അമ്മ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ അവിടെ ചെന്ന് ഓരോ പ്രാവശ്യം പരീക്ഷയ്ക്ക് പോകുമ്പോഴും മാതാവിൻ്റെ തൈലവും മാതാവിൻ്റെ ഉപ്പും എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഉപ്പ് വെതറിയിട്ട് എൻ്റെ ആൻസർ പേപ്പറിലും ഉപ്പ് ചെറുതായിട്ട് വെതറിയിട്ട് ഞാൻ പരീക്ഷ എഴുതാറുള്ളായിരുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ എണ്ണ നെറ്റി കുരിശ് വരച്ചിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനും മുടങ്ങാതെ രാവിലെയും വൈകിട്ടും പ്രാർത്ഥന ചൊല്ലി അങ്ങനെ മാതാവ് എനിക്ക് തരുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ പരീക്ഷ എഴുതിയത്. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾക്ക് B2 മാത്രമല്ല, പിന്നെ കെൻറ്റനിസയുടെ ഒരു പരീക്ഷയും കൂടെയാണ്. എന്നാലേ ഉള്ളൂ നമുക്ക് അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ പറ്റുള്ളൂ. ആ പരീക്ഷ എന്ന് പറഞ്ഞാൽ പൊതുവേ ഭയങ്കര ടഫാണ്. കാരണം വൈവയായിട്ടാണ്, നമുക്ക് എഴുത്ത് പരീക്ഷയല്ല. അവർ ചോദിക്കുന്നതനുസരിച്ച് ഒരു 45 മിനിറ്റോളം കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതും ജർമ്മൻ ഭാഷയുള്ളൂ, വേറെ ഭാഷയൊന്നും അവർ ഉപയോഗിക്കുകയില്ല. അങ്ങനെ ആ സമയത്തെല്ലാം എനിക്ക് നല്ല ഉയർന്ന മാർക്കോടെ പാസ്സാനുള്ള കൃപാവരം എനിക്ക് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും തന്നു. ഈ 2 അനുഗ്രഹം കിട്ടിയത് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ മിനിങ്ങാന്നും വന്നു. പക്ഷെ അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് സാക്ഷ്യം പറയണം എന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഇന്ന് വീണ്ടും വന്നത് അങ്ങനെയാണ്. ഇനിയിപ്പം ഇവിടെ വന്ന് എൻ്റെ മാതാവിനും തിരുക്കുമാരനെയും കണ്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹം പറഞ്ഞ് എല്ലാവർക്കും അതൊരു എന്താ പറയുക, അവർക്ക് എല്ലാവരും എന്നെപ്പോലെ വിഷമിക്കുന്ന കുറേ പേര് കാണും. അവർക്ക് എനിക്ക് മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹം മറ്റുള്ളവർക്കൊരു പ്രേരണയാണ്. കാരണം എനിക്ക് ഈ പ്രേരണ കിട്ടിയത് ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. ഓരോ സാക്ഷ്യം കേൾക്കും തോറും നമുക്ക് കൂടുതൽ മാതാവിലേക്ക് നമ്മൾ അടുക്കുക ചെയ്യുന്നത്. അപ്പം മാതാവ് നമുക്ക് പറഞ്ഞു തരും, നീ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അതിനുശേഷം ഞാൻ കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ പലരെ സഹായിക്കാൻ ഒരുപാട് സന്ദർഭം കിട്ടും. ഈവൻ ജർമ്മൻകാരാണെങ്കിൽ പോലും നമ്മുടെ മലയാള പത്രം ഞാൻ കൊണ്ടുപോയില്ല, പകരം ഞാൻ ജർമ്മൻ പത്രം മേടിച്ചുകൊണ്ടാണ് പോയത്. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാ ദിവസവും അവിടുത്തെ ജർമ്മൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ പോകുമ്പോൾ അവിടുത്തെ കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ട് അവർക്ക് നമ്മുടെ കൃപാസനം പത്രം ഞാൻ കൊടുത്ത് നമ്മുടെ മാതാവിനെ പറ്റി എനിക്കറിയാവുന്ന ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ അവർക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെയെല്ലാം മാതാവിനെ എനിക്ക് പറയാൻ, മറ്റുള്ളവരിലേക്ക് മാതാവിനെ എത്തിക്കാനുള്ള കൃപാവരം മാതാവും ഈശോയും എനിക്ക് തന്നു. ഞാൻ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഞങ്ങളവിടെ ആയിരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കൂടെയുള്ള വേറൊരാൾ എന്നോട് പറഞ്ഞായിരുന്നു, അവരുടെ കൂട്ടത്തിൽ നാട്ടിലുള്ള ആൾക്ക് വയ്യാതെ, അതായത് ലിവർ മാറ്റി വെക്കേണ്ട ഒരു ശസ്ത്രക്രിയയുണ്ട്. അപ്പോൾ അവർ ഫിനാൻഷ്യലി ഒത്തിരി വീക്കായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഞങ്ങളവിടെ ചെന്നിട്ടേ ഉള്ളെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും കൂടെ സഹായിച്ച് ഒരു തുക ആ വ്യക്തിക്ക് നൽകി. പിന്നെ ഇതുപോലെ ഫിനാൻഷ്യലി ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പലരായിട്ട് അറിയുന്ന പലരും കാണും, അവർക്ക് നമ്മളിൽ കഴിയുന്ന ഫിനാൻഷ്യൽ സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അവിടെയുള്ളൊരു കമ്മ്യൂണിറ്റി തന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ ചിലപ്പം ചിലരെ കാണാറുണ്ട്, അവർ ഫുഡ് കഴിക്കാത്തവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മളവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ പള്ളിയുടെ തന്നെ ഞാൻ ചെന്ന ശേഷമാണ് അവിടെ ഒരു മലയാളം കുർബാനയുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി. ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാ മാസവും ഞങ്ങൾക്കൊരു മലയാളം കുർബാനയും അവിടെ എല്ലാവരോടും ഒത്തൊരുമിച്ച് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ജപമാല പ്രാർത്ഥന നടത്തുകയും അങ്ങനെ അതിനൊരു നേതൃത്വം കൊടുക്കാനുള്ള അവസരവും മാതാവ് എനിക്ക് തന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. 18-ാം സങ്കീർത്തനം 35-ാം തിരുവചനം. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി, അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അൻസ സോജൻ എന്ന
ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി നമുക്കെടുത്ത് പറയാവുന്നതാണ്. അസാധ്യമായി എന്ന് തോന്നിയ പല കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകൾക്ക് ഈശോയിൽ നിന്ന് പ്രാപിച്ചു എന്ന് ഈ മകൾ ഏറ്റുപറയുന്നു. വളരെ സങ്കടപ്പെട്ടുള്ള ഒരു പരീക്ഷാ സമയമായിരുന്നു B2. ആ എക്സാം പാസ്സാവുന്നതിന് പരിശുദ്ധ അമ്മ തന്നെ എല്ലാം പറഞ്ഞു കൊടുത്ത് എഴുതിച്ച് മറ്റുള്ളവരുടെ കളിയാക്കലുകളിൽ നിന്നും കുറ്റപ്പെടുത്തലുകളിൽ നിന്നെല്ലാം ഒരു വലിയ വിടുതൽ ലഭിക്കുവാനും തൻ്റെ തന്നെ വിശ്വാസം വർദ്ധിക്കുവാനും വിശ്വസ്തയോടുകൂടി ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു വലിയ അനുഗ്രഹം ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ജർമ്മൻ എക്സാം എഴുതുമ്പോഴായാലും പരിശുദ്ധ അമ്മയുടെ ആ വൈവയിലൂടെ തനിക്ക് കൃത്യമായി ഉത്തരങ്ങൾ നൽകാനും അതിനെക്കുറിച്ച് സംസാരിക്കുവാനുമൊക്കെ അതിനുശേഷം നോർക്ക ഇൻവിറ്റേഷനും എല്ലാം ലഭിക്കുവാനുള്ള ഒരു പ്രത്യേക പ്രത്യേക സാഹചര്യം പരിശുദ്ധ അമ്മ ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. മറ്റുള്ളവരെല്ലാം അതുതന്നെ കണ്ടുകൊണ്ട് പറയുകയുണ്ടായിരുന്നു, അവൾ ഉടമ്പടിയിലാണല്ലോ. ഈ മകൾക്കും അതിൽ തന്നെ യാതൊരു സംശയവുമില്ല, ഞാൻ ഉടമ്പടിയിലാണെങ്കിൽ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടാകും. അതിനുവേണ്ടി മകൾ ഡിപ്പോസിറ്റ് ചെയ്ത ഒരു ആസ്തി എന്ന് പറയുന്നത് ജർമ്മൻ കുർബാനയ്ക്ക് പോയിട്ട്, മലയാളികളായി നമ്മൾ ആരും തന്നെ ഒരു മറ്റൊരു ലാംഗ്വേജിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കാത്തവരാണ് അധികം പേരെങ്കിലും. ആൻസയുടെ ഒരു ഉദ്ദേശം അതായിരുന്നു, ജർമ്മൻ ഫോറിനേഴ്സിനെ കണ്ട് അവരോട് സംസാരിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാനും ആ പരിശ്രമത്തിൽ നിന്നുണ്ടായ ഒരു വലിയ ഫലമായിരുന്നു മലയാളികളുടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അവർക്ക് ഇന്ന് ഒരു മലയാളത്തിൽ കുർബാന ലഭിക്കുവാനുള്ള ഒരു വലിയ സാഹചര്യം ഉണ്ടായെന്ന് പറയുന്നു. അത് തൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പോൾ പരിശുദ്ധ അമ്മ മുന്നോട്ട് വെച്ച ഒരുപാട് സ്റ്റെപ്പുകളുടെ ഒരു പ്രതിഫലനമാണ്. നമ്മുടെ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഈശോ നൽകുന്ന ഒരു വലിയ അനുഗ്രഹം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉടമ്പടി പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നതും പരിശുദ്ധ അമ്മ നമ്മെ മധ്യസ്ഥം അപേക്ഷിച്ച് രക്ഷിക്കുന്നതും ഒരു ദൂരത്തോളം ഈശോ നമ്മെ നിത്യതയിലേക്ക് നയിക്കുന്നതും ഈ വലിയ സാക്ഷ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഏതെല്ലാം ശാരീരിക അസ്വസ്ഥതകളിലെല്ലാം പരിശുദ്ധ അമ്മ ഇവർക്ക് കൂട്ടായി നിന്നു. ഇവിടെ നിന്ന് ലഭിക്കുന്ന എല്ലാ നേർച്ച വസ്തുക്കളും കൃത്യമായി ഉപയോഗിക്കുവാനും ഈശോയെ എപ്പോഴും പ്രഖ്യാപിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും അവർക്കിന്ന് സാധിച്ചു എന്നതിന് നമുക്ക് നന്ദി പറയാം. അൻസയുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് സാക്ഷി നമുക്ക്